പ്രിയ സുഹൃത്തുക്കളെ, കഥാമണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ലോക ക്ലാസിക്കുകൾ നിങ്ങൾക്ക് എത്തിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ക്ലാസിക് ഷെർലക് ഹോംസ് കഥയിലൂടെ ഒരു യാത്ര തുടങ്ങുകയാണ്. കൂടുതൽ കഥകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പകർപ്പവകാശമില്ലാത്ത പുസ്തകവും ഏതു ഭാഷയിലാണെങ്കിലും ആവശ്യപ്പെടാം. ഞങ്ങളത് നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കും. നമുക്ക് മൈക്ക് ഡോക്ടർ വാട്സണിന് കൈമാറാം. ചുവന്ന തലമുടിക്കാരുടെ ലീഗ്. കഴിഞ്ഞ വർഷം ശരത്കാലത്ത് ഒരു ദിവസം ഞാൻ എന്റെ സുഹൃത്ത് ഷെർലക് ഹോംസിനെ കാണാൻ പോയിരുന്നു. അവിടെ തടിച്ചതും ചുവന്ന മുഖമുള്ളതും തീവ്രമായ ചുവന്ന മുടിയുള്ളതുമായ ഒരു പ്രായമായ മനുഷ്യനുമായി അദ്ദേഹം ഗാഢമായ സംഭാഷണത്തിലായിരുന്നു. ഞാൻ കടന്നു ചെന്നതിന് ക്ഷമ ചോദിച്ച് തിരികെ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഹോംസ് എന്നെ പെട്ടെന്ന് മുറിയിലേക്ക് വലിച്ചിഴച്ച് വാതിലടച്ചത്. എന്റെ പ്രിയ വാട്സൺ, ഇതിലും നല്ലൊരു സമയത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുമായിരുന്നില്ല, അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. നിങ്ങൾ തിരക്കിലാണെന്ന് ഞാൻ ഭയന്നു. അതെ, ഞാൻ തിരക്കിലാണ്, വളരെ തിരക്കിലാണ്. എങ്കിൽ എനിക്ക് അടുത്ത മുറിയിൽ കാത്തിരിക്കാം. ഒരിക്കലുമില്ല. ഈ മാന്യൻ മിസ്റ്റർ വിൽസൺ എന്റെ ഏറ്റവും വിജയകരമായ പല കേസുകളിലും എന്റെ പങ്കാളിയും സഹായിയുമായിരുന്നു. നിങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം എനിക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നെനിക്ക് സംശയമില്ല. ആ തടിച്ച മനുഷ്യൻ കസേരയിൽ നിന്ന് പകുതി എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ചെറിയ കൊഴുപ്പു നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒരു ചോദ്യഭാവത്തോടെയുള്ള നോട്ടമെറിഞ്ഞു. സെറ്റിയിലിരിക്കൂ, ഹോംസ് പറഞ്ഞു. അദ്ദേഹം തന്റെ കസേരയിലേക്ക് ചാരിയിരുന്നു, വിരൽത്തുമ്പുകൾ ചേർത്തുവെച്ചു. ഇത് അദ്ദേഹത്തിന് കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്തെ പതിവായിരുന്നു. എന്റെ പ്രിയ വാട്സൺ, വിചിത്രമായതും സാധാരണ ജീവിതത്തിലെ പതിവ് രീതികൾക്ക് പുറത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളോടുമുള്ള എന്റെ ഇഷ്ടം നിങ്ങൾക്കുമുണ്ടെന്നെനിക്കറിയാം. എന്റെ പല ചെറിയ സാഹസങ്ങളെയും കുറിച്ച് എഴുതാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആവേശം വഴി നിങ്ങൾ അതിനോടുള്ള നിങ്ങളുടെ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത് ക്ഷമിക്കുമെങ്കിൽ നിങ്ങൾ അതിനെ അല്പം ഭംഗിയാക്കി എഴുതിയിട്ടുമുണ്ട്. നിങ്ങളുടെ കേസുകൾ തീർച്ചയായും എനിക്ക് വലിയ താൽപ്പര്യമുള്ളവയായിരുന്നു, ഞാൻ പറഞ്ഞു. മിസ് മേരി സദർലൻഡ് അവതരിപ്പിച്ച വളരെ ലളിതമായ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് വിചിത്രമായ ഫലങ്ങൾക്കും അസാധാരണമായ കൂട്ടകെട്ടുകൾക്കും നമ്മൾ ജീവിതത്തിലേക്ക് തന്നെ പോകണമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് ഭാവനയുടെ ഏതൊരു ശ്രമത്തെക്കാളും ധൈര്യമുള്ളതാണ്. അതിനെ സംശയിക്കാൻ ഞാൻ ധൈര്യം കാണിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്തു ഡോക്ടർ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്റെ കാഴ്ചപ്പാടിലേക്ക് വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തി തകരുകയും ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ നിങ്ങളുടെ മേൽ വസ്തുതകൾ അടുക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മിസ്റ്റർ ജാബേസ് വിൽസൺ ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ചു കാലമായി കേട്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒന്നായിരിക്കും. ഏറ്റവും വിചിത്രവും അതുല്യവുമായ കാര്യങ്ങൾ പലപ്പോഴും വലിയ കുറ്റകൃത്യങ്ങളോടല്ല, മറിച്ച് ചെറിയ കുറ്റകൃത്യങ്ങളോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാനിടയുള്ള കേസുകളിലും ഇത് സംഭവിക്കാറുണ്ട്. ഞാൻ കേട്ടതനുസരിച്ച് ഈ കേസ് ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സംഭവങ്ങളുടെ ഗതി ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒന്നാണ്. ഒരുപക്ഷെ മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ കഥ വീണ്ടും തുടങ്ങാൻ നിങ്ങൾ ദയ കാണിക്കുമോ? എന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ തുടക്കം കേട്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളോട് ഇത് ആവശ്യപ്പെടുന്നത്. കഥയുടെ പ്രത്യേക സ്വഭാവം കാരണം നിങ്ങളുടെ വായിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. സാധാരണയായി സംഭവങ്ങളുടെ ഗതിയെക്കുറിച്ച് ചെറിയ സൂചന ലഭിക്കുമ്പോൾ എന്റെ ഓർമ്മയിലുള്ള ആയിരക്കണക്കിന് സമാനമായ കേസുകൾ വെച്ച് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സാഹചര്യത്തിൽ എന്റെ വിശ്വാസമനുസരിച്ച് വസ്തുതകൾ അതുല്യമാണെന്ന് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. ആ തടിച്ച കക്ഷി അല്പം അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് തന്റെ വലിയ കോട്ടിന്റെ ഉൾപോക്കറ്റിൽ നിന്ന് ഒരു വൃത്തികെട്ടതും ചുളിവുള്ളതുമായ പത്രം പുറത്തെടുത്തു. അദ്ദേഹം തല മുന്നോട്ട് തള്ളിപ്പിടിച്ച് പത്രം കാൽമുട്ടിൽ പരത്തിവെച്ച് പരസ്യക്കോളത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ആ മനുഷ്യനെ നന്നായി നിരീക്ഷിച്ചു. എന്റെ കൂട്ടുകാരനെ പോലെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്നോ രൂപത്തിൽ നിന്നോ ലഭിക്കാവുന്ന സൂചനകൾ വായിക്കാൻ ഞാൻ ശ്രമിച്ചു. എങ്കിലും എന്റെ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് കാര്യമായൊന്നും മനസ്സിലായില്ല. ഞങ്ങളുടെ സന്ദർശകൻ ഒരു സാധാരണ ബ്രിട്ടീഷ് വ്യാപാരിയുടെ എല്ലാ അടയാളങ്ങളും കാണിച്ചു. അദ്ദേഹം തടിച്ചതും അഹങ്കാരമുള്ളതും മന്ദഗതിക്കാരനുമായിരുന്നു. അദ്ദേഹം അയഞ്ഞ ചാരനിറത്തിലുള്ള ചെക്ക് പാൻസ് ധരിച്ചിരുന്നു. അധികം വൃത്തിയില്ലാത്ത ഒരു കറുത്ത ഫ്രോക്ക് കോട്ട് മുന്നിൽ ബട്ടണിടാതെ ഇട്ടിരുന്നു. കൂടാതെ ഒരു മങ്ങിയ വെസ്റ്റ് കോട്ടും അതിൽ കനത്ത പിത്തള നിറമുള്ള ആൽബർട്ട് ചെയിനും ഒരു ചതുരാകൃതിയിലുള്ള തുളച്ച ലോഹ കഷ്ണവും ഒരു ആഭരണം പോലെ തൂങ്ങിക്കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുള്ള കസേരയിൽ ഒരു പഴകിയ ടോപ്പ് ഹാറ്റും ചുളിവുള്ള വെൽവെറ്റ് കോളറുള്ള മങ്ങിയ തവിട്ടി നിറമുള്ള ഓവർകോട്ടും കിടന്നിരുന്നു. മൊത്തത്തിൽ ഞാൻ എത്ര നോക്കിയാലും അദ്ദേഹത്തിന്റെ തിളക്കമുള്ള ചുവന്ന തലയും മുഖത്തെ കടുത്ത നിരാശയുടെയും അതൃപ്തിയുടെയും ഭാവവുമല്ലാതെ ശ്രദ്ധേയമായതൊന്നും ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നില്ല. ഷെർലോക്ക് ഹോംസിന്റെ വേഗമുള്ള കണ്ണ് എന്റെ ശ്രദ്ധ എവിടെയാണെന്ന് മനസ്സിലാക്കി.
എന്റെ ചോദ്യഭാവത്തിലുള്ള നോട്ടങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി. അദ്ദേഹം ഒരു കാലത്ത് കായികാധ്വാനം ചെയ്തിട്ടുണ്ട്, മൂക്കുപൊടി ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഫ്രീമേസനാണ്, ചൈനയിൽ പോയിട്ടുണ്ട്, അടുത്തിടെ ധാരാളം എഴുതിയിട്ടുണ്ട് എന്നീ വ്യക്തമായ കാര്യങ്ങൾക്കപ്പുറം എനിക്ക് മറ്റൊന്നും ഊഹിക്കാൻ കഴിയില്ല. മിസ്റ്റർ ജാബേസ് വിൽസൺ കസേരയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. വിരൽ പത്രത്തിലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്റെ കൂട്ടുകാരനിലായിരുന്നു. ഭാഗ്യവശാൽ ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം മിസ്റ്റർ ഹോംസ്? അദ്ദേഹം ചോദിച്ചു. ഉദാഹരണത്തിന്, ഞാൻ കായികാധ്വാനം ചെയ്തിരുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് സത്യമാണ്, കാരണം ഞാനൊരു കപ്പൽ നിർമ്മാണ തൊഴിലാളിയായാണ് തുടങ്ങിയത്. നിങ്ങളുടെ കൈകൾ എന്റെ പ്രിയമാന്യൻ. നിങ്ങളുടെ വലത്ത് കൈ ഇടത് കൈയേക്കാൾ വലുതാണ്. നിങ്ങൾ അതുവെച്ച് ജോലി ചെയ്തിട്ടുണ്ട്, പേശികൾ കൂടുതൽ വികസിച്ചിരിക്കുന്നു. ശരി, മൂക്കുപൊടി, പിന്നെ ഫ്രീമേസൺ? അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അപമാനിക്കുന്നില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ സംഘടനയുടെ കർശന നിയമങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ ഒരു ആർക്ക് ആൻഡ് കോമ്പസ് ബ്രസ്റ്റ് പിൻ ഉപയോഗിക്കുന്നതുകൊണ്ട്. തീർച്ചയായും, ഞാനത് മറന്നു. എന്നാൽ എഴുത്ത്? നിങ്ങളുടെ വലത്ത് കൈയിന്റെ കഫ് 5 ഇഞ്ച് ദൂരത്തിൽ തിളങ്ങുന്നതും ഇടത് കൈയിന്റെ കൈമുട്ടിനടുത്ത് മേശപ്പുറത്ത് വെക്കുന്ന ഭാഗത്ത് മിനുസമുള്ള പാടുമുള്ളതും മറ്റെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരി, എന്നാൽ ചൈനയോ? നിങ്ങളുടെ വലത്ത് കൈത്തണ്ടയ്ക്ക് തൊട്ടുമുകളിൽ പച്ചകുത്തിയ മീൻ ചൈനയിൽ നിന്ന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാൻ പച്ചകുത്തലുകളെക്കുറിച്ച് ചെറിയ പഠനം നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സാഹിത്യത്തിലേക്ക് സംഭാവന നൽകിയിട്ടുമുണ്ട്. മീനിന്റെ ചെതുമ്പലുകൾക്ക് നേർത്ത പിങ്ക് നിറം നൽകുന്ന ഈ വിദ്യ ചൈനയ്ക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ വാച്ച് ചെയിനിൽ ഒരു ചൈനീസ് നാണയം തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ കാര്യം കൂടുതൽ ലളിതമാകുന്നു. മിസ്റ്റർ ജാബസ് വിൽസൺ ഉറക്കെ ചിരിച്ചു. ഹേയ്, ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ആദ്യം നിങ്ങൾ എന്തോ ബുദ്ധിപരമായ കാര്യം ചെയ്തു എന്ന് ഞാൻ കരുതി, പക്ഷെ ഇപ്പോൾ അതിലൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. വാട്സൺ, വിശദീകരിക്കുന്നതിൽ എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഹോംസ് പറഞ്ഞു. അജ്ഞാതമായതെല്ലാം മഹത്തരമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ ഈ ചെറിയ കീർത്തിക്ക് അതിനെന്ത് വിലയുണ്ടെങ്കിലും ഞാൻ ഇത്രയും സത്യസന്ധനായാൽ നാശം സംഭവിക്കും. നിങ്ങൾക്ക് പരസ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലേ മിസ്റ്റർ വിൽസൺ? അതെ, എനിക്കിപ്പോൾ അത് കിട്ടി. അദ്ദേഹം തന്റെ തടിച്ച ചുവന്ന വിരൽ കോളത്തിന്റെ പകുതിയിൽ വെച്ച് മറുപടി പറഞ്ഞു. ഇതാണ് എല്ലാം തുടങ്ങിയത്. നിങ്ങൾ ഇത് സ്വയം വായിക്കൂ സർ. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പത്രം വായിച്ച് ഇങ്ങനെ വായിച്ചു. ചുവന്ന തലമുടിക്കാരുടെ ലീഗിലേക്ക് USA, പെൻസിൽവാനിയയിലെ ലെബനനിൽ നിന്നുള്ള പരേതനായ എസെക്യ ഹോപ്കിൻസിന്റെ ഇഷ്ടദാനം കാരണം ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. ഇത് ലീഗിലെ ഒരു അംഗത്തിന് ആഴ്ചയിൽ 4 പൗണ്ട് ശമ്പളം, പേരിന് മാത്രമുള്ള സേവനങ്ങൾക്ക് ലഭിക്കാൻ അർഹത നൽകുന്നു. ശരീരത്തിലും മനസ്സിലും ആരോഗ്യമുള്ള 21 വയസ്സിന് മുകളിലുള്ള എല്ലാ ചുവന്ന തലമുടിക്കാർക്കും അപേക്ഷിക്കാം. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഫ്ലീറ്റ് സ്ട്രീറ്റിലെ 7 പോപ്സ്കോട്ടിലുള്ള ലീഗിന്റെ ഓഫീസിൽ ഡങ്കൻ റോസിനെ നേരിട്ട് സമീപിക്കുക. ഈ അസാധാരണമായ പരസ്യം 2 തവണ വായിച്ചതിനു ശേഷം ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇതിനെന്താണ് അർത്ഥം? ഹോംസ് ചിരിക്കുകയും കസേരയിൽ ഇളകുകയും ചെയ്തു. സന്തോഷത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പതിവായിരുന്നു അത്. ഇതൊരു സാധാരണ കാര്യത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണല്ലേ? അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മിസ്റ്റർ വിൽസൺ, നിങ്ങൾ തുടക്കം മുതൽ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും ഈ പരസ്യം നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും ഞങ്ങളോട് പറയൂ. ഡോക്ടർ, നിങ്ങൾ ആദ്യം പത്രത്തിന്റെ പേരും തീയതിയും കുറിച്ചെടുക്കണം. ഇത് 1890 ഏപ്രിൽ 27 ദ മോർണിംഗ് ക്രോണിക്കിളാണ്. വെറും 2 മാസം മുമ്പ്. വളരെ നല്ലത്. ഇപ്പോൾ മിസ്റ്റർ വിൽസൺ. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ ഷെർലക്ക് ഹോംസ്, ജാബസ് വിൽസൺ നെറ്റി തുടച്ചുകൊണ്ട് പറഞ്ഞു. നഗരത്തിനടുത്ത് കോബർഗ് സ്ക്വയറിൽ എനിക്കൊരു ചെറിയ പണമിടപാട് സ്ഥാപനമുണ്ട്. അതൊരു വലിയ സ്ഥാപനമൊന്നുമല്ല. ഈ അടുത്ത വർഷങ്ങളിൽ എനിക്ക് ജീവിക്കാനുള്ള വക മാത്രം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് 2 സഹായികളെ വെക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാളെ മാത്രമേയുള്ളൂ. അവന് ശമ്പളം കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ കച്ചവടം പഠിക്കാൻ വേണ്ടി പകുതി ശമ്പളത്തിന് വരാൻ അവൻ തയ്യാറാണ്. ഈ സഹായിക്കുന്ന ചെറുപ്പക്കാരന്റെ പേരെന്താണ്? ഷെർലക്ക് ഹോംസ് ചോദിച്ചു. അവന്റെ പേര് വിൻസെന്റ് സ്പാൾഡിംഗ് എന്നാണ്. അവൻ അത്ര ചെറുപ്പക്കാരനൊന്നുമല്ല. അവന്റെ പ്രായം കൃത്യമായി പറയാൻ പ്രയാസമാണ്. മിസ്റ്റർ ഹോംസ്, ഇതിലും മിടുക്കനായ ഒരു സഹായിയെ എനിക്ക് വേണ്ട. അവന് ഇതിലും നല്ല ജോലി കണ്ടെത്താനും ഞാൻ കൊടുക്കുന്നതിന്റെ ഇരട്ടി ശമ്പളം നേടാനും കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ തൃപ്തനാണെങ്കിൽ ഞാൻ എന്തിനാണ് അവന്റെ മനസ്സിൽ വേറെ ചിന്തകൾ ഉണ്ടാക്കുന്നത്? അതെ, ശരിയാണ്. സാധാരണ ശമ്പളത്തേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് വരുന്ന ഒരു ജീവനക്കാരനെ കിട്ടിയതിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്. ഈ കാലത്തെ തൊഴിലുടമകൾക്കിടയിൽ ഇത് സാധാരണയായി കാണുന്ന ഒന്നല്ല. നിങ്ങളുടെ പരസ്യം പോലെ തന്നെ നിങ്ങളുടെ സഹായിയും ശ്രദ്ധേയനാണെന്ന് എനിക്ക് തോന്നുന്നു. ഓ, അവനും ചില കുറ്റങ്ങളൊക്കെയുണ്ട്, മിസ്റ്റർ വിൽസൺ പറഞ്ഞു. ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ അവനെപ്പോലെ ഒരാളില്ല. അവൻ പഠിക്കേണ്ട സമയത്ത് ക്യാമറയുമായി എപ്പോഴും ചിത്രങ്ങൾ എടുക്കും. എന്നിട്ട് ചിത്രങ്ങൾ
ഡെവലപ്പ് ചെയ്യാൻ ഒരു മുയൽ മാളത്തിലേക്ക് പോകുന്നതുപോലെ നിലവറയിലേക്ക് ഓടിപ്പോകും. അതാണ് അവന്റെ പ്രധാന കുറ്റം. പക്ഷേ മൊത്തത്തിൽ അവൻ നല്ലൊരു ജോലിക്കാരനാണ്. അവനിൽ ദോഷശീലങ്ങളൊന്നുമില്ല. അവൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ സാർ. അവനും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും. അവൾ ചെറിയ പാചകവും വീട് വൃത്തിയാക്കലും ചെയ്യും. അവർ രണ്ടുപേർ മാത്രമേ വീട്ടിലുള്ളൂ. കാരണം ഞാൻ ഒരു വിതുരനാണ്. എനിക്ക് കുടുംബമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും വളരെ ശാന്തമായി ജീവിക്കുന്നു സാർ. മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും തലയ്ക്ക് മുകളിൽ ഒരു കൂരയും കടങ്ങളും വീട്ടിയും ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ അമ്പരപ്പിച്ച ആദ്യത്തെ കാര്യം ആ പരസ്യമായിരുന്നു. സ്പാൾഡിംഗ് കൃത്യം 8 ആഴ്ച മുൻപ് ഈ പത്രം കയ്യിൽ പിടിച്ച് ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ദൈവമേ മിസ്റ്റർ വിൽസൺ, ഞാൻ ഒരു ചുവന്ന മുടിയുള്ള ആളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താ? ഞാൻ ചോദിച്ചു. എന്താണെന്നു വെച്ചാൽ അവൻ പറഞ്ഞു, ചുവന്ന മുടിയുള്ളവരുടെ ലീഗിൽ മറ്റൊരു ഒഴിവുണ്ട്. അത് കിട്ടുന്ന ഏതൊരാൾക്കും നല്ലൊരു ഭാഗ്യം പോലെയാണ്. ആളുകളേക്കാൾ കൂടുതൽ ഒഴിവുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ട്രസ്റ്റിമാർക്ക് പണം എന്തു ചെയ്യണമെന്നറിയാതെ കുഴപ്പത്തിലാണ്. എന്റെ മുടിയുടെ നിറം മാറിയിരുന്നെങ്കിൽ എനിക്ക് കയറിച്ചെല്ലാൻ ഒരു നല്ല ചെറിയ ജോലി തയ്യാറാണ്. അപ്പോൾ അതെന്താണ്? ഞാൻ ചോദിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. എനിക്ക് കച്ചവടത്തിന്റെ അടുത്തേക്ക് പോകേണ്ടി വരുന്നതിനു പകരം കച്ചവടം എന്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് ആഴ്ചകളോളം ഞാൻ വീടിന്റെ പടിക്ക് പുറത്തു പോകാറില്ലായിരുന്നു. അതുകൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അധികം അറിയില്ലായിരുന്നു. ചെറിയ വാർത്തകൾ കേൾക്കാൻ എപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. ചുവന്ന മുടിയുള്ളവരുടെ ലീഗിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവൻ കണ്ണു തുറന്ന് ചോദിച്ചു. ഒരിക്കലുമില്ല. അതെന്താ? എനിക്കതിൽ അത്ഭുതം തോന്നുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ ആ ഒഴിവുകളിൽ ഒന്നിന് യോഗ്യതയുണ്ടല്ലോ. അതിന് എത്ര വിലയുണ്ട്? ഞാൻ ചോദിച്ചു. ഓ, വർഷത്തിൽ വെറും 200 പൗണ്ട്. പക്ഷേ ജോലി വളരെ കുറവാണ്. അത് മറ്റുള്ള ജോലികളെ അധികം ബാധിക്കുകയുമില്ല. അതെ, കുറച്ചു വർഷങ്ങളായി കച്ചവടം അത്ര നല്ലതല്ലായിരുന്നു. അധികമായി കിട്ടുന്ന 200 പൗണ്ട് വളരെ സഹായകമാകുമായിരുന്നു. അതുകൊണ്ട് അത് എന്റെ ശ്രദ്ധ ആകർഷിച്ചെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. അതിനെക്കുറിച്ച് എല്ലാം എന്നോട് പറയൂ, ഞാൻ പറഞ്ഞു. അതെ, പരസ്യം എന്നെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലീഗിൽ ഒരു ഒഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. വിവരങ്ങൾക്കായി അപേക്ഷിക്കേണ്ട വിലാസവും ഇവിടെയുണ്ട്. എനിക്ക് മനസ്സിലായതനുസരിച്ച് ലീഗ് സ്ഥാപിച്ചത് എസെക്കിയ ഹോപ്കിൻസ് എന്ന ഒരു അമേരിക്കൻ കോടീശ്വരനാണ്. അദ്ദേഹം വളരെ വിചിത്ര സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിനും ചുവന്ന മുടിയുണ്ടായിരുന്നു. ചുവന്ന മുടിയുള്ള എല്ലാ പുരുഷന്മാരോടും അദ്ദേഹത്തിന് വലിയ സഹതാപമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ അത്തരം മുടിയുള്ള പുരുഷന്മാർക്ക് എളുപ്പമുള്ള ജോലികൾ നൽകുന്നതിന് പലിശ ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളോടെ തന്റെ വലിയ സമ്പത്ത് ട്രസ്റ്റിമാരെ ഏൽപ്പിച്ചതായി കണ്ടെത്തി. ഞാൻ കേട്ടതനുസരിച്ച് ഇത് നല്ല ശമ്പളവും ചെയ്യാനായി വളരെ കുറഞ്ഞ ജോലിയുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ദശലക്ഷക്കണക്കിന് ചുവന്ന മുടിയുള്ള പുരുഷന്മാർ അപേക്ഷിക്കുമല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത്ര ആളുകളില്ല. അവൻ മറുപടി പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ലണ്ടനിലുള്ളവർക്കും പ്രായപൂർത്തിയായ പുരുഷന്മാർക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ അമേരിക്കക്കാരൻ ചെറുപ്പത്തിൽ ലണ്ടനിൽ നിന്ന് തുടങ്ങിയതാണ്. പഴയ നഗരത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നെ നിങ്ങളുടെ മുടി ഇളം ചുവപ്പോ, കടും ചുവപ്പോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തിളക്കമുള്ള തീവ്രമായ ചുവപ്പ് അല്ലാത്ത മറ്റെന്തെങ്കിലുമാണെങ്കിൽ അപേക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ വിൽസൺ, നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കയറിച്ചെല്ലാം. പക്ഷേ ഒരുപക്ഷേ കുറച്ച് 100 പൗണ്ടിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത് അത്ര ലാഭകരമാകില്ല. ഇപ്പോൾ മാന്യരെ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, എന്റെ മുടിക്ക് വളരെ നിറവും തിളക്കവുമുള്ള ചുവപ്പ് നിറമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏതൊരാളെക്കാളും നല്ലൊരു അവസരം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നി. വിൻസെന്റ് സ്പാൾഡിങ്ങിന് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് തോന്നി. അതുകൊണ്ട് അവൻ സഹായകമാകുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അവനോട് അന്നത്തെ കച്ചവടം നിർത്തി. ഉടൻ എന്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അവന് അവധിയെടുക്കാൻ വളരെ താൽപ്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കച്ചവടം അടച്ചുപൂട്ടി പരസ്യത്തിൽ നൽകിയിരുന്ന വിലാസത്തിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെയൊരു കാഴ്ച ഇനി ഒരിക്കലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മിസ്റ്റർ ഹോംസ്.
വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ നിന്ന് മുടിയിൽ ചുവപ്പ് നിറമുള്ള ഓരോ പുരുഷനും പരസ്യത്തിന് മറുപടി നൽകാൻ നഗരത്തിലേക്ക് നടന്നെത്തിയിരുന്നു. ഫ്ലീറ്റ് സ്ട്രീറ്റ് ചുവന്ന മുടിയുള്ള ആളുകളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. പോപ്സ് കോർട്ട് ഒരു ഓറഞ്ച് വിൽക്കുന്നയാളുടെ തട്ടുകട പോലെ തോന്നി. ആ ഒരൊറ്റ പരസ്യം കാരണം ഇത്രയധികം ആളുകൾ രാജ്യത്ത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വൈക്കോൽ, നാരങ്ങ, ഓറഞ്ച്, ഇഷ്ടിക, ഐറിഷ് സെറ്റർ, കരൾ, കളിമണ്ണ് എന്നിങ്ങനെ എല്ലാ നിറങ്ങളിലുമുള്ള മുടിയുള്ളവർ അവിടെയുണ്ടായിരുന്നു. പക്ഷേ സ്പാൾഡിംഗ് പറഞ്ഞതുപോലെ യഥാർത്ഥ തിളക്കമുള്ള തീജ്വാല നിറമുള്ള മുടിയുള്ളവർ അധികമുണ്ടായിരുന്നില്ല. എത്രപേർ കാത്തിരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ നിരാശപ്പെട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ സ്പാൾഡിംഗ് അതിന് സമ്മതിച്ചില്ല. അവൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ തള്ളിനീക്കിയും വലിച്ചുമിടിച്ചും ആൾക്കൂട്ടത്തിലൂടെ എന്നെ ഓഫീസിലേക്കുള്ള പടികളിലേക്ക് എത്തിച്ചു. പടികളിൽ ആളുകളുടെ ഇരട്ട നിരയുണ്ടായിരുന്നു. ചിലർ പ്രതീക്ഷയുടെ മുകളിലേക്ക് പോകുന്നു, ചിലർ നിരാശരായി തിരിച്ചുവരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നത്രയും ഞങ്ങൾ അതിലേക്ക് തിക്കിത്തിരക്കി കയറി പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തി. നിങ്ങളുടെ അനുഭവം വളരെ രസകരമായ ഒന്നായിരുന്നു, ഹോംസ് പറഞ്ഞു. ക്ലയന്റ് നിർത്തി ഒരു വലിയ നസ്യം എടുത്ത് തന്റെ ഓർമ്മ പുതുക്കി. ദയവായി നിങ്ങളുടെ വളരെ രസകരമായ വിവരണം തുടരുക. ഓഫീസിൽ 2 മരക്കസേരകളും ഒരു തടിമേശയും അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അതിന്റെ പിന്നിൽ എന്റെ മുടിയേക്കാൾ ചുവന്ന മുടിയുള്ള ഒരു ചെറിയ മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ഓരോ അപേക്ഷകൻ വരുമ്പോഴും അയാൾ കുറച്ച് വാക്കുകൾ സംസാരിച്ചു. എന്നിട്ട് അവരെ അയോഗ്യരാക്കുന്ന എന്തെങ്കിലും കുറ്റം അവരിൽ കണ്ടെത്താൻ അയാൾക്ക് എപ്പോഴും കഴിഞ്ഞു. ഒരു ഒഴിവ് നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നി. എന്തായാലും ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ ആ ചെറിയ മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ എന്നോട് കൂടുതൽ അനുകൂലമായിരുന്നു. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ അയാൾ വാതിൽ അടച്ചു, ഞങ്ങളോട് സ്വകാര്യമായി സംസാരിക്കാൻ വേണ്ടി. ഇത് മിസ്റ്റർ ജാബസ് വിൽസണാണ്, എന്റെ സഹായി പറഞ്ഞു. അദ്ദേഹം ലീഗിലെ ഒരു ഒഴിവ് നികത്താൻ തയ്യാറാണ്. അദ്ദേഹം അതിന് വളരെ അനുയോജ്യനാണ്, മറ്റേയാൾ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളുമുണ്ട്. ഇത്രയും മികച്ച ഒന്ന് ഞാൻ എപ്പോഴാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അയാൾ ഒരു ചുവട് പിന്നോട്ട് മാറി, തല ഒരു വശത്തേക്ക് ചരിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നതുവരെ എന്റെ മുടിയിലേക്ക് നോക്കി. എന്നിട്ട് പെട്ടെന്ന് അയാൾ മുന്നോട്ട് വന്നു, എന്റെ കൈ കുലുക്കി, എന്റെ വിജയത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു. മടിച്ചു നിൽക്കുന്നത് നീതിയല്ല, അയാൾ പറഞ്ഞു. എന്നാൽ ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതും പറഞ്ഞ് അയാൾ എന്റെ മുടി 2 കൈകൊണ്ടും പിടിച്ച് വേദന കൊണ്ട് ഞാൻ നിലവിളിക്കുന്നതുവരെ വലിച്ചു. നിങ്ങളുടെ കണ്ണിൽ വെള്ളമുണ്ട്, എന്നെ വിട്ടേച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എല്ലാം ശരിയായ രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഞങ്ങൾ 2 തവണ വിഗ്ഗുകൾ കൊണ്ടും 1 തവണ ചായം കൊണ്ടും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസ്വഭാവത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ചെരുപ്പുകുത്തിയുടെ മെഴുകിനെക്കുറിച്ചുള്ള കഥകൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. അയാൾ ജനലിനടുത്തേക്ക് ചെന്ന് ഒഴിവ് നികത്തിയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. താഴെ നിന്ന് നിരാശയുടെ ഒരു ഞരക്കമുയർന്നു. എന്റെയും മാനേജരുടെയും തൊഴികെ ചുവന്ന മുടിയുള്ള ഒരാളെയും കാണാതാകുന്നതുവരെ ആളുകൾ പല വഴിക്കായി പിരിഞ്ഞുപോയി. എന്റെ പേര്, അയാൾ പറഞ്ഞു, മിസ്റ്റർ ഡങ്കൻ റോസ് എന്നാണ്. ഞങ്ങളുടെ ഉദാരമതിയായ ഉപകാരി ഉപേക്ഷിച്ച ഫണ്ടിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരിൽ ഒരാളാണ് ഞാൻ. നിങ്ങൾ വിവാഹിതനാണോ മിസ്റ്റർ വിൽസൺ? നിങ്ങൾക്ക് കുടുംബമുണ്ടോ? എനിക്കില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അയാളുടെ മുഖം ഉടൻ വാടി. അയ്യോ, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു, അത് ശരിക്കും വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടതിൽ എനിക്ക് ഖേദമുണ്ട്. ഈ ഫണ്ട് ചുവന്ന മുടിയുള്ളവരുടെ പ്രചാരണത്തിനും വ്യാപനത്തിനും അതുപോലെ അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. നിങ്ങൾ ഒരു അവിവാഹിതനാണെന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഇത് കേട്ട് എന്റെ മുഖം വാടി, മിസ്റ്റർ ഹോംസ്, കാരണം എനിക്ക് ആ ഒഴിവ് കിട്ടില്ലെന്ന് ഞാൻ കരുതി. എന്നാൽ കുറച്ചു മിനിറ്റ് ആലോചിച്ച ശേഷം അയാൾ പറഞ്ഞു, എല്ലാം ശരിയാകുമെന്ന്. മറ്റൊരാളുടെ കാര്യത്തിൽ അയാൾ പറഞ്ഞു, ഈ എതിർപ്പ് മാരകമായേക്കാം. പക്ഷേ നിങ്ങളുടേതുപോലുള്ള മുടിയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക? ശരി, ഇത് അല്പം ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് ഇതിനകം ഒരു ബിസിനസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ഓ, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട മിസ്റ്റർ വിൽസൺ, വിൻസെന്റ് സ്പാൾഡിംഗ് പറഞ്ഞു.
ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കോളാം. ജോലി സമയം എത്രയായിരിക്കും? ഞാൻ ചോദിച്ചു. 10 മുതൽ 2 വരെ. ഒരു പണയം വെക്കുന്നയാളുടെ കച്ചവടം കൂടുതലും വൈകുന്നേരങ്ങളിലാണ് നടക്കുന്നത്, മിസ്റ്റർ ഹോംസ്, പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ. അത് ശമ്പളം കിട്ടുന്നതിന് തൊട്ടുമുമ്പാണ്. അതുകൊണ്ട് രാവിലെ കുറച്ച് സമ്പാദിക്കുന്നത് എനിക്ക് വളരെ സൗകര്യമായിരുന്നു. കൂടാതെ എന്റെ സഹായി നല്ലൊരു മനുഷ്യനാണെന്നും എന്തു വന്നാലും അയാൾ നോക്കിക്കോളുമെന്നും എനിക്കറിയാമായിരുന്നു. അത് എനിക്ക് വളരെ സൗകര്യമായിരിക്കും, ഞാൻ പറഞ്ഞു. ശമ്പളമോ? ആഴ്ചയിൽ 4 പൗണ്ട്. ജോലിയോ? വെറും പേരിന് മാത്രം. വെറും പേരിന് മാത്രമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, നിങ്ങൾ എല്ലാ സമയത്തും ഓഫീസിലോ അല്ലെങ്കിൽ കെട്ടിടത്തിലോ ഉണ്ടായിരിക്കണം. നിങ്ങൾ പോയാൽ നിങ്ങളുടെ മുഴുവൻ സ്ഥാനവും എന്നേക്കുമായി നഷ്ടപ്പെടും. ഈ കാര്യത്തിൽ വിൽപത്രം വളരെ വ്യക്തമാണ്. ആ സമയത്ത് നിങ്ങൾ ഓഫീസിൽ നിന്ന് മാറിയാൽ നിങ്ങൾ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. ഇത് ദിവസവും 4 മണിക്കൂർ മാത്രമാണ്. ഞാൻ പോകാൻ ചിന്തിക്കുകയുമില്ല, ഞാൻ പറഞ്ഞു. ഒരു ഒഴികഴിവും വിലപ്പോവില്ല, മിസ്റ്റർ ഡങ്കൻ റോസ് പറഞ്ഞു. രോഗമോ ജോലിയോ മറ്റെന്തെങ്കിലുമോ ആകട്ടെ. നിങ്ങൾ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. ജോലിയോ? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തിയെഴുതുക എന്നതാണ്. അതിന്റെ ആദ്യ വാല്യം ആ അലമാരയിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മഷി, പേനുകൾ, ബ്ലോട്ടിംഗ് പേപ്പർ എന്നിവ കണ്ടെത്തണം. പക്ഷേ ഞങ്ങൾ ഈ മേശയും കസേരയും നൽകും. നാളെ നിങ്ങൾ തയ്യാറാകുമോ? തീർച്ചയായും, ഞാൻ മറുപടി പറഞ്ഞു. എങ്കിൽ വിട, മിസ്റ്റർ ജാബസ് വിൽസൺ. നിങ്ങൾ ഭാഗ്യം കൊണ്ട് നേടിയ ഈ പ്രധാനപ്പെട്ട സ്ഥാനത്തിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കട്ടെ. അയാൾ എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കി. എന്റെ സഹായിയോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പോയി. എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ. എന്റെ ഭാഗ്യത്തിൽ ഞാൻ അത്രയധികം സന്തോഷിച്ചു. ശരി, ഞാൻ ദിവസം മുഴുവൻ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ വീണ്ടും നിരാശയിലായി. കാരണം ഈ മുഴുവൻ കാര്യവും ഒരു വലിയ തട്ടിപ്പോ വഞ്ചനയോ ആയിരിക്കണമെന്ന് ഞാൻ എന്നെത്തന്നെ വിശ്വസിപ്പിച്ചു. അതിന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ആർക്കെങ്കിലും അങ്ങനെയൊരു വിൽപത്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തിയെഴുതുന്നത് പോലുള്ള ലളിതമായ കാര്യത്തിന് അത്രയും വലിയ തുക നൽകാനോ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിൻസെന്റ് സ്പാൾഡിംഗ് എന്നെ സന്തോഷിപ്പിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഉറങ്ങാൻ പോകുമ്പോഴേക്കും ഞാൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരുന്നു. എങ്കിലും രാവിലെ ഞാൻ എന്തായാലും ഇതൊന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു പെന്നി മഷി കുപ്പിയും ഒരു തൂവൽ പേനയും 7 ഷീറ്റ് ഫോൾസ് കപ്പ് പേപ്പറും വാങ്ങി പോപ്സ് കോർട്ടിലേക്ക് പുറപ്പെട്ടു. ശരി, എന്റെ അത്ഭുതത്തിനും സന്തോഷത്തിനും എല്ലാം കഴിയുന്നത്ര ശരിയായിരുന്നു. മേശ എനിക്കായി ഒരുക്കിയിരുന്നു. ഞാൻ ശരിയായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മിസ്റ്റർ ഡങ്കൻ റോസ് അവിടെയുണ്ടായിരുന്നു. അയാൾ എന്നെ എ എന്ന അക്ഷരത്തിൽ തുടങ്ങി, എന്നിട്ട് പോയി. പക്ഷെ എല്ലാം ശരിയാണോ എന്ന് നോക്കാൻ അയാൾ ഇടയ്ക്കിടെ വരുമായിരുന്നു. 2 മണിക്ക് അയാൾ എന്നോട് യാത്ര പറഞ്ഞു. ഞാൻ എഴുതിയതിനെ അഭിനന്ദിച്ചു. എന്നിട്ട് എന്റെ പിന്നാലെ ഓഫീസിന്റെ വാതിൽ പൂട്ടി. ഇത് ദിവസവും തുടർന്നു. മിസ്റ്റർ ഹോംസ്, ശനിയാഴ്ച മാനേജർ വന്ന് എന്റെ ഒരാഴ്ചത്തെ ജോലിക്കുള്ള 4 സ്വർണ്ണ നാണയങ്ങൾ വെച്ചുതന്നു. അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചയും ഇത് അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ 10 മണിക്ക് അവിടെ എത്തി. എല്ലാ ഉച്ചയ്ക്കും 2 മണിക്ക് ഞാൻ പോയി. ക്രമേണ മിസ്റ്റർ ഡങ്കൻ റോസ് രാവിലെ ഒരു തവണ മാത്രം വരാൻ തുടങ്ങി. പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അയാൾ തീരെ വരാതായി. എന്നിട്ടും തീർച്ചയായും ഞാൻ ഒരു നിമിഷം പോലും മുറി വിട്ടുപോകാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അയാൾ എപ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ജോലി അത്ര നല്ലതും എനിക്ക് വളരെ അനുയോജ്യവുമായിരുന്നു. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരു സാഹസത്തിനും മുതിർന്നില്ല. ഇങ്ങനെ 8 ആഴ്ചകൾ കടന്നുപോയി. ഞാൻ അബോട്ട്സ്, ആർച്ചറി, ആർമർ, ആർക്കിടെക്ചർ, അറ്റിക്ക എന്നിവയെക്കുറിച്ച് എഴുതിയിരുന്നു. അധികം വൈകാതെ ബി അക്ഷരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഫൂൾസ് കപ്പ് പേപ്പറിന് എനിക്ക് കുറച്ച് പണം ചിലവായി. എന്റെ എഴുത്തുകൾ കൊണ്ട് ഒരു ഷെൽഫ് നിറയാറായി. എന്നിട്ട് പെട്ടെന്ന് ആ മുഴുവൻ ജോലിയും അവസാനിച്ചു. അവസാനിച്ചെന്നോ? അതെ സാർ, ഇന്ന് രാവിലെയാണ് അത് സംഭവിച്ചത്. ഞാൻ പതിവ് പോലെ 10 മണിക്ക് ജോലിക്ക് പോയി. പക്ഷേ വാതിൽ അടച്ചു പൂട്ടിയിരുന്നു.
വാതിലിന്റെ നടുവിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് കഷണം ഒരു ആണി കൊണ്ട് തറച്ചിരുന്നു. ഇത് നിങ്ങൾക്ക് വായിക്കാം. അയാൾ ഒരു നോട്ട് പേപ്പറിന്റെ വലുപ്പമുള്ള ഒരു വെളുത്ത കാർഡ്ബോർഡ് കഷണം ഉയർത്തിക്കാട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചുവന്ന തലമുടിക്കാരുടെ ലീഗ് പിരിച്ചുവിട്ടു. 1890 ഒക്ടോബർ 9. ഷെർലക്ക് ഹോംസും ഞാനും ഈ ചുരുങ്ങിയ അറിയിപ്പും അതിന് പിന്നിലെ ദുഃഖിതനായ മുഖവും നോക്കി. ഒടുവിൽ ആ കാര്യത്തിന്റെ തമാശ നിറഞ്ഞ ഭാഗം മറ്റെല്ലാ ചിന്തകളെയും മറികടന്ന് ഞങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഇതിൽ തമാശയായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ, ഞങ്ങളുടെ കക്ഷി ദേഷ്യത്തോടെ പറഞ്ഞു. അയാളുടെ ചുവന്ന മുഖം കൂടുതൽ ചുവന്നു. എന്നെ നോക്കി ചിരിക്കാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ഇല്ല, ഹോംസ് വിളിച്ചു പറഞ്ഞു. പകുതി എഴുന്നേറ്റ് അയാളെ കസേരയിലേക്ക് തിരികെ തള്ളി. നിങ്ങളുടെ ഈ കേസ് ലോകത്ത് ഒരു കാരണവശാലും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഇത് വളരെ പുതുമയുള്ളതും അസാധാരണവുമാണ്. എന്നാൽ ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഇതിൽ അല്പം തമാശയുണ്ട്. വാതിലിൽ ആ കാർഡ് കണ്ടപ്പോൾ നിങ്ങൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഞാൻ ഞെട്ടിപ്പോയി, സാർ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചുറ്റുമുള്ള ഓഫീസുകളിൽ പോയി അന്വേഷിച്ചു. പക്ഷെ അവർക്കാർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഒടുവിൽ ഞാൻ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു അക്കൗണ്ടന്റായ വീട്ടുടമയുടെ അടുത്തേക്ക് പോയി. റെഡ് ഹെഡഡ് ലീഗിന് എന്ത് സംഭവിച്ചുവെന്ന് പറയാൻ കഴിയുമോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് താൻ കേട്ടിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു. പിന്നെ ഞാൻ മിസ്റ്റർ ഡങ്കൻ റോസ് ആരാണെന്ന് ചോദിച്ചു. ആ പേര് തനിക്ക് പുതിയതാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു. നമ്പർ 4-ലെ മാന്യൻ. എന്ത്, ചുവന്ന മുടിയുള്ള ആളോ? അതെ. ഓ, അയാൾ പറഞ്ഞു. അയാളുടെ പേര് വില്യം മോറിസ് എന്നായിരുന്നു. അയാൾ ഒരു വക്കീലായിരുന്നു. തന്റെ പുതിയ ഓഫീസ് തയ്യാറാകുന്നത് വരെ എന്റെ മുറി താൽക്കാലികമായി ഉപയോഗിക്കുകയായിരുന്നു. അയാൾ ഇന്നലെ താമസം മാറിപ്പോയി. അയാളെ എവിടെ കണ്ടെത്താൻ കഴിയും? ഓ, അയാളുടെ പുതിയ ഓഫീസുകളിൽ. അയാൾ വിലാസം പറഞ്ഞിരുന്നു. അതെ, 17 കിങ് എഡ്വേർഡ് സ്ട്രീറ്റ്, സെന്റ് പോൾസിനടുത്ത്. ഞാൻ പുറപ്പെട്ടു, മിസ്റ്റർ ഹോംസ്. പക്ഷേ ആ വിലാസത്തിൽ എത്തിയപ്പോൾ അത് കൃത്രിമ കാൽമുട്ട് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായിരുന്നു. അവിടെയുള്ള ആർക്കും മിസ്റ്റർ വില്യം മോറിസിനെയോ മിസ്റ്റർ ഡങ്കൻ റോസിനെയോ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ഹോംസ് ചോദിച്ചു. ഞാൻ സാക്സ് കോബർഗ് സ്ക്വയറിലെ എന്റെ വീട്ടിലേക്ക് പോയി എന്റെ സഹായിയുടെ ഉപദേശം സ്വീകരിച്ചു. പക്ഷേ അയാൾക്ക് എന്നെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാത്തിരുന്നാൽ തപാൽ വഴി വിവരം ലഭിക്കുമെന്ന് മാത്രമേ അയാൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അത് അത്ര നല്ലതായിരുന്നില്ല, മിസ്റ്റർ ഹോംസ്. ഒരു പോരാട്ടവുമില്ലാതെ അങ്ങനെയൊരു ജോലി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ സഹായം ആവശ്യമുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഉപദേശം നൽകാൻ നിങ്ങൾ നല്ല മനസ്സുള്ള ആളാണെന്ന് ഞാൻ കേട്ടിരുന്നതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ ഈ കേസ് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഞാൻ ഇത് പരിശോധിക്കുന്നതിൽ സന്തോഷവാനാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞതിൽ നിന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ ഗുരുതരമാണ്, മിസ്റ്റർ ജാബസ് വിൽസൺ പറഞ്ഞു. എന്താ? എനിക്ക് ആഴ്ചയിൽ 4 പൗണ്ട് നഷ്ടപ്പെട്ടു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹോംസ് പറഞ്ഞു, ഈ അസാധാരണമായ ലീഗിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുള്ളതായി ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച്, ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം 30 പൗണ്ട് അധികം ലഭിച്ചു. എന്ന അക്ഷരത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ നേടിയ ചെറിയ അറിവിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അവർ കാരണം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, സാർ. പക്ഷേ അവരെക്കുറിച്ചും അവർ ആരാണെന്നും എന്നോട് ഈ തമാശ കാണിച്ചതിന്റെ അതൊരു തമാശയായിരുന്നെങ്കിൽ അവരുടെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നും എനിക്ക് കണ്ടെത്തണം. അവർക്ക് അതൊരു നല്ല ചെലവേറിയ തമാശയായിരുന്നു, കാരണം അവർക്ക് 32 പൗണ്ട് നഷ്ടമായി. നിങ്ങൾക്കായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആദ്യം 1-2 ചോദ്യങ്ങൾ, മിസ്റ്റർ വിൽസൺ. പരസ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ക്ഷണിച്ച നിങ്ങളുടെ ഈ സഹായി എത്ര കാലമായി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു? അപ്പോൾ ഏകദേശം 1 മാസം. അയാൾ എങ്ങനെയാണ് വന്നത്? ഒരു പരസ്യത്തിന് മറുപടിയായി. അയാൾ മാത്രമായിരുന്നോ അപേക്ഷകൻ? ഇല്ല, എനിക്ക് 12 പേരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ തിരഞ്ഞെടുത്തത്?
കാരണം അയാൾ മിടുക്കനും കുറഞ്ഞ ശമ്പളത്തിൽ വരാൻ തയ്യാറുള്ളവനുമായിരുന്നു. വാസ്തവത്തിൽ പകുതി ശമ്പളത്തിന്. അതെ, ഈ വിൻസെന്റ് സ്പാൾഡിംഗ് എങ്ങനെയാണ്? ചെറിയ ശരീരപ്രകൃതി, നല്ല ഉറച്ച ശരീരം, കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്നയാൾ. 30 വയസ്സിൽ കുറവില്ലെങ്കിലും മുഖത്ത് രോമങ്ങളില്ല. നെറ്റിയിൽ ആസിഡ് വീണ് വെളുത്ത പാടുണ്ട്. ഹോംസ് വളരെ ആകാംക്ഷയോടെ കസേരയിൽ നിവർന്നിരുന്നു. ഞാൻ അങ്ങനെ കരുതിയിരുന്നു, അയാൾ പറഞ്ഞു. അയാളുടെ ചെവി കമ്മലിടാൻ കുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, സാർ. അയാൾ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു ജിപ്സി അത് ചെയ്തു കൊടുത്തതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഹോംസ് ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകി പിന്നിലേക്ക് ചാരിയിരുന്നു. അയാൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടോ? ഓ, അതെ, സർ. ഞാനിപ്പോൾ അയാളെ വിട്ടുപോന്നതേയുള്ളൂ. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെടാൻ ഒന്നുമില്ല, സാർ. രാവിലെ അധികം ജോലിയൊന്നും ഉണ്ടാകാറില്ലല്ലോ. അത് മതി, മിസ്റ്റർ വിൽസൺ. 1-2 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ സന്തോഷവാനാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ചയോടെ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാട്സൺ, ഞങ്ങളുടെ സന്ദർശകൻ പോയപ്പോൾ ഹോംസ് പറഞ്ഞു, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കെന്തു തോന്നുന്നു? എനിക്കിതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ തുറന്നു പറഞ്ഞു. ഇതൊരു വളരെ നിഗൂഢമായ കാര്യമാണ്. സാധാരണയായി, ഹോംസ് പറഞ്ഞു, ഒരു കാര്യം എത്രത്തോളം വിചിത്രമാണോ അത്രത്തോളം അത് നിഗൂഢമല്ലാതായി മാറും. സാധാരണവും പ്രത്യേകതകളില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഒരു സാധാരണ മുഖം തിരിച്ചറിയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുപോലെ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ വേഗത്തിൽ തീരുമാനമെടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. പുകവലിക്കാൻ, അയാൾ മറുപടി പറഞ്ഞു. ഇതൊരു 3 പൈപ്പ് വലിച്ചു തീർക്കേണ്ട പ്രശ്നമാണ്. അതിനാൽ 50 മിനിറ്റ് എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അയാൾ കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു. തന്റെ മെലിഞ്ഞ കാൽമുട്ടുകൾ കഴുകന്റെ മൂക്ക് പോലെ ഉയർത്തി, കണ്ണുകൾ അടച്ച്, കറുത്ത കളിമൺ പൈപ്പ് ഒരു വിചിത്ര പക്ഷിയുടെ കൊക്ക് പോലെ പുറത്തേക്ക് തള്ളിപ്പിടിച്ച് അയാൾ അവിടെയിരുന്നു. അയാൾ ഉറങ്ങിപ്പോയെന്ന് ഞാൻ നിഗമനം ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഞാനും മയങ്ങുകയായിരുന്നു. അപ്പോഴാണ് അയാൾ പെട്ടെന്ന് കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റത്. മനസ്സിൽ ഒരു തീരുമാനമെടുത്ത ഒരാളെപ്പോലെ തന്റെ പൈപ്പ് അടുപ്പിന്റെ മുകളിലെ തട്ടിൽ വെച്ചു. സരസാറ്റെ ഇന്ന് ഉച്ചയ്ക്ക് സെന്റ് ജെയിംസ് ഹാളിൽ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു. നിങ്ങൾക്കെന്ത് തോന്നുന്നു, വാട്സൺ? നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങളെ കുറച്ച് മണിക്കൂറുകൾ ഒഴിവാക്കാൻ കഴിയുമോ? ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്റെ പ്രാക്ടീസ് ഒരിക്കലും അത്ര തിരക്കുള്ളതല്ല. എങ്കിൽ തൊപ്പിയെടുത്ത് വരൂ. ഞാൻ ആദ്യം നഗരത്തിലൂടെ പോകുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. പരിപാടിയിൽ ധാരാളം ജർമ്മൻ സംഗീതമുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അത് ഇറ്റാലിയൻ അല്ലെങ്കിൽ ഫ്രഞ്ച് സംഗീതത്തേക്കാൾ എന്റെ ഇഷ്ടത്തിന് ചേർന്നതാണ്. അത് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. എനിക്ക് ആഴത്തിൽ ചിന്തിക്കണം. വരൂ. ഞങ്ങൾ ആൽഡേൽസ്ഗേറ്റ് വരെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു ചെറിയ നടത്തം ഞങ്ങളെ സാക്സ് കോബർഗ് സ്ക്വയറിലേക്ക് എത്തിച്ചു. രാവിലെ ഞങ്ങൾ കേട്ട ആ വിചിത്രമായ കഥ നടന്ന സ്ഥലമായിരുന്നു അത്. അതൊരു ഇടുങ്ങിയതും ചെറുതും പഴകിയതുമായ ഒരിടമായിരുന്നു. അവിടെ 4 നിരകളിലായി മങ്ങിയ നിറമുള്ള ഇരുനില ഇഷ്ടിക വീടുകൾ ഒരു ചെറിയ വേലികെട്ടിയ സ്ഥലത്തേക്ക് തുറന്നു നോക്കി നിന്നു. അവിടെ കളകൾ നിറഞ്ഞ പുൽത്തകിടിയും വാടിയ ലോറൽ കുറ്റിച്ചെടികളും പുക നിറഞ്ഞതും അസുഖകരവുമായ അന്തരീക്ഷത്തോട് കഠിനമായി പോരാടി നിന്നു. ഒരു മൂലയിലുള്ള വീട്ടിൽ 3 സ്വർണ്ണ നിറമുള്ള പന്തുകളും ജേബേസ് വിൽസൺ എന്ന് വെളുത്ത അക്ഷരങ്ങളിൽ എഴുതിയ തവിട്ടുനിറമുള്ള ഒരു ബോർഡും ഞങ്ങളുടെ ചുവന്ന മുടിയുള്ള കക്ഷി തന്റെ കച്ചവടം നടത്തുന്ന സ്ഥലം അറിയിച്ചു. ഷെർലക്ക് ഹോംസ് അതിന്റെ മുന്നിൽ തല ഒരു വശത്തേക്ക് ചരിച്ചു നിന്നു, ചുളിഞ്ഞ കൺപോളകൾക്കിടയിലൂടെ. തിളങ്ങുന്ന കണ്ണുകളോടെ അയാൾ അതെല്ലാം നോക്കി. പിന്നെ അയാൾ സാവധാനം തെരുവിലൂടെ മുകളിലേക്ക് നടന്നു. എന്നിട്ട് വീണ്ടും മൂലയിലേക്ക് താഴേക്ക് വന്നു, അപ്പോഴും വീടുകളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്. ഒടുവിൽ അയാൾ പണയം വാങ്ങുന്നയാളുടെ കടയിലേക്ക് മടങ്ങി. തന്റെ വടികൊണ്ട് നടപ്പാതയിൽ 2-3 തവണ ശക്തിയായി തട്ടിയ ശേഷം അയാൾ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് മുട്ടി. ഉടൻതന്നെ ഒരു മിടുക്കനായ, താടി വടിക്കാത്ത ചെറുപ്പക്കാരൻ വാതിൽ തുറന്നു. അയാൾ ഹോംസിനോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. നന്ദി, ഹോംസ് പറഞ്ഞു. ഇവിടെ നിന്ന് സ്ട്രാൻഡിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. 3-ാമത്തെ വലത്തോട്ട്, 4-ാമത്തെ ഇടത്തോട്ട്,
സഹായി ഉടൻ മറുപടി പറഞ്ഞു, വാതിൽ അടച്ചുകൊണ്ട്. മിടുക്കനായ ചെറുപ്പക്കാരൻ. ഞങ്ങൾ നടന്നുപോകുമ്പോൾ ഹോംസ് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ലണ്ടനിലെ 4ാമത്തെ ഏറ്റവും മിടുക്കനായ മനുഷ്യനാണ് അയാൾ. ധൈര്യത്തിന്റെ കാര്യത്തിൽ അയാൾക്ക് 3ാം സ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് അയാളെക്കുറിച്ച് മുൻപ് ചില കാര്യങ്ങൾ അറിയാം. തീർച്ചയായും, ഞാൻ പറഞ്ഞു. ഈ ചുവന്ന മുടിയുള്ളവരുടെ ലീഗിന്റെ രഹസ്യത്തിൽ മിസ്റ്റർ വിൽസന്റെ സഹായിക്ക് വലിയ പങ്കുണ്ട്. അയാളെ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വഴി ചോദിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. അയാളെയല്ല. പിന്നെ എന്ത്? അയാളുടെ പാൻസിന്റെ കാൽമുട്ടുകൾ. എന്നിട്ട് നിങ്ങൾ എന്തു കണ്ടു? ഞാൻ കാണാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ എന്തിനാണ് നടപ്പാതയിൽ തട്ടിയത്? എന്റെ പ്രിയ ഡോക്ടർ, ഇത് നിരീക്ഷിക്കാനുള്ള സമയമാണ്, സംസാരിക്കാനുള്ളതല്ല. നമ്മൾ ഒരു ശത്രുരാജ്യത്തിലെ ചാരന്മാരാണ്. സാക്സ് കോബർഗ് സ്ക്വയറിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. ഇനി അതിന് പിന്നിലുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഞങ്ങൾ ഒഴിഞ്ഞ സാക്സ് കോബർഗ് സ്ക്വയറിൽ നിന്ന് മൂല തിരിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട വഴി ഒരു ചിത്രത്തിന്റെ മുൻഭാഗം പിൻഭാഗവുമായി എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം വലിയൊരു വ്യത്യാസം അതിനോട് കാണിച്ചു. നഗരത്തിലെ ഗതാഗതം വടക്കോട്ടും പടിഞ്ഞാറോട്ടും എത്തിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നായിരുന്നു അത്. റോഡ് അകത്തേക്കും പുറത്തേക്കും ഇരട്ട പ്രവാഹമായി ഒഴുകുന്ന വലിയ വാണിജ്യ പ്രവാഹം കൊണ്ട് നിറഞ്ഞിരുന്നു. കാൽനടയാത്രക്കാരുടെ തിരക്ക് കാരണം നടപ്പാതകൾ കറുത്തിരുണ്ടിരുന്നു. മനോഹരമായ കടകളുടെയും വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെയും നിര നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ വിട്ടുപോന്ന മങ്ങിയതും നിശ്ചലവുമായ സ്ക്വയറിലേക്ക് അവയുടെ മറുവശം ചേർന്നാണ് നിൽക്കുന്നതെന്ന്. ഞാൻ നോക്കട്ടെ, മൂലയിൽ നിന്ന് നിരയിലേക്ക് നോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. ഇവിടുത്തെ വീടുകളുടെ ക്രമം ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലണ്ടനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ്. അവിടെ മോർട്ടിമറിന്റെ പുകയിലക്കടയുണ്ട്, ചെറിയ പത്രക്കടയുണ്ട്, സിറ്റി ആൻഡ് സബർബൻ ബാങ്കിന്റെ കോബർഗ് ശാഖയുണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട്, മക്ഫാർലെയിന്റെ വണ്ടി നിർമ്മാണശാലയുണ്ട്. അത് നമ്മളെ അടുത്ത ബ്ലോക്കിലേക്ക് എത്തിക്കുന്നു. ഇനി, ഡോക്ടർ, നമ്മുടെ ജോലി കഴിഞ്ഞു, അതിനാൽ നമുക്ക് കുറച്ച് വിനോദമാകാം. ഒരു സാൻഡ്വിച്ചും ഒരു കപ്പ് കാപ്പിയും, എന്നിട്ട് വയലിൻ ലോകത്തേക്ക് പോകാം. അവിടെയെല്ലാം മധുരവും സൂക്ഷ്മതയും ഐക്യവുമാണ്. അവിടെ അവരുടെ കടങ്കഥകൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ചുവന്ന മുടിയുള്ള കക്ഷികളില്ല. എന്റെ സുഹൃത്ത് സംഗീതത്തിൽ വലിയ താൽപ്പര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞൻ മാത്രമല്ല, സാധാരണക്കാരനല്ലാത്ത ഒരു മികച്ച സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. ഉച്ചതിരിഞ്ഞ് മുഴുവൻ അദ്ദേഹം തികഞ്ഞ സന്തോഷത്തിൽ സ്റ്റാളുകളിൽ ഇരുന്നു. സംഗീതത്തിനനുസരിച്ച് തന്റെ നീണ്ട, നേർത്ത വിരലുകൾ പതിയെ ചലിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൃദുലമായ പുഞ്ചിരിക്കുന്ന മുഖവും മയങ്ങിയ, സ്വപ്നതുല്യമായ കണ്ണുകളും ഹോംസിന്റെ മുഖഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഹോംസ് ഒരു കുറ്റാന്വേഷകനാണ്. അദ്ദേഹം നിർത്താതെ അന്വേഷിക്കുന്ന, ബുദ്ധിമാനായ, വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവത്തിൽ 2 വ്യത്യസ്ത ഭാവങ്ങൾ മാറി മാറി പ്രകടമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ, അദ്ദേഹത്തിന്റെ അമിതമായ കൃത്യതയും സൂക്ഷ്മതയും ചിലപ്പോൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്ന കാവ്യാത്മകവും ചിന്താമഗ്നവുമായ ഭാവങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം അമിതമായ മന്ദതയിൽ നിന്ന് അതിശക്തമായ ഊർജ്ജത്തിലേക്ക് മാറിമറിഞ്ഞു. എനിക്ക് നന്നായി അറിയാമായിരുന്നതുപോലെ, ദിവസങ്ങളോളം തന്റെ കസേരയിൽ ഇരുന്ന് സ്വന്തം ചിന്തകളിലും പഴയ പുസ്തകങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ പോലും അത്രയും ശക്തനായി അദ്ദേഹം മറ്റൊരിക്കലുമായിരുന്നില്ല. അപ്പോഴാണ് വേട്ടയാടാനുള്ള ആഗ്രഹം പെട്ടെന്ന് അദ്ദേഹത്തിൽ ഉണരുന്നത്. അദ്ദേഹത്തിന്റെ മികച്ച യുക്തിചിന്താശേഷി ഒരു ഉൾക്കാഴ്ചയുടെ നിലവാരത്തിലേക്ക് ഉയരും. അദ്ദേഹത്തിന്റെ രീതികൾ അറിയാത്തവർ, സാധാരണ മനുഷ്യരുടേതല്ലാത്ത അറിവുള്ള ഒരാളായി അദ്ദേഹത്തെ സംശയത്തോടെ നോക്കും. അന്ന് ഉച്ചതിരിഞ്ഞ് സെന്റ് ജെയിംസ് ഹാളിൽ സംഗീതത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹം വേട്ടയാടാൻ തീരുമാനിച്ചവർക്ക് ഒരു ദുഷ്ടകാലം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടല്ലോ, ഡോക്ടർ, ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു. അതെ, അങ്ങനെയാകുന്നത് നന്നായിരിക്കും. എനിക്ക് കുറച്ച് മണിക്കൂറുകൾ എടുക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോബർഗ് സ്ക്വയറിലെ ഈ കാര്യം ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട് ഗൗരവമുള്ളത്? ഒരു വലിയ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. അത് തടയാൻ നമുക്ക് സമയമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് എല്ലാ കാരണങ്ങളുമുണ്ട്. എന്നാൽ ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്.
ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടിവരും. ഏത് സമയത്ത്? 10 മണി മതിയാകും. ഞാൻ 10 മണിക്ക് ബേക്കർ സ്ട്രീറ്റിൽ ഉണ്ടാകും. വളരെ നല്ലത്. പിന്നെ ഡോക്ടർ, ചെറിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ സൈനിക റിവോൾവർ പോക്കറ്റിൽ വെക്കുക. അദ്ദേഹം കൈവീശി തിരിഞ്ഞു നടന്നു. നിമിഷനേരം കൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷനായി. ഞാൻ എന്റെ അയൽക്കാരെക്കാൾ മന്ദബുദ്ധിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഷെർലക്ക് ഹോംസുമായി ഇടപഴകുമ്പോൾ എനിക്ക് എപ്പോഴും സ്വന്തം മണ്ടത്തരത്തെക്കുറിച്ച് ഒരു തോന്നലുണ്ടായിരുന്നു. അദ്ദേഹം കേട്ടത് ഞാനും കേട്ടു, അദ്ദേഹം കണ്ടത് ഞാനും കണ്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി കണ്ടിരുന്നു എന്ന് മനസ്സിലായി. എന്നാൽ എനിക്ക് ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും വിചിത്രവുമായിരുന്നു. കെൻസിംഗ്ടണിലെ എന്റെ വീട്ടിലേക്ക് കാറോടിച്ചു പോകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. എൻസൈക്ലോപീഡിയയുടെ ചുവന്ന മുടിയുള്ള പകർപ്പുകാരന്റെ അസാധാരണ കഥ മുതൽ സാക്സ് കോബർഗ് സ്ക്വയറിലേക്കുള്ള സന്ദർശനവും എന്നോട് യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ദ്വേഷഗുണമായ വാക്കുകളും വരെ. എന്തായിരുന്നു ഈ രാത്രിയിലെ യാത്ര? എന്തിനാണ് ഞാൻ ആയുധമെടുത്ത് പോകേണ്ടത്? ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മിനുസമുള്ള മുഖമുള്ള പണയം വാങ്ങുന്നയാളുടെ സഹായി ഒരു അപകടകാരിയായ മനുഷ്യനാണെന്ന് ഹോംസ് എനിക്ക് സൂചന നൽകിയിരുന്നു. ഒരുപക്ഷെ വലിയ കളികൾ കളിക്കാൻ കഴിവുള്ള ഒരാൾ. ഞാൻ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാൽ നിരാശനായി ആ ശ്രമം ഉപേക്ഷിച്ചു. രാത്രി ഒരു വിശദീകരണം കൊണ്ടുവരുന്നതുവരെ ആ കാര്യം മാറ്റിവെച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 9:15 പാർക്കിലൂടെയും ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെയും ബേക്കർ സ്ട്രീറ്റിലേക്ക് പോയി. 2 ഹാൻസം വണ്ടികൾ വാതിൽക്കൽ നിന്നിരുന്നു. ഞാൻ ഇടനാഴിയിലേക്ക് കടന്നപ്പോൾ മുകളിൽ നിന്ന് സംസാരശബ്ദം കേട്ടു. അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോംസ് 2 പേരുമായി സജീവമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവരിൽ ഒരാൾ ഔദ്യോഗിക പോലീസ് ഏജന്റായ പീറ്റർ ജോൺസ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മറ്റൊരാൾ നീണ്ടതും മെലിഞ്ഞതും ദുഃഖിതനുമായ ഒരു മനുഷ്യനായിരുന്നു. തിളക്കമുള്ള തൊപ്പിയും വളരെ മാന്യമായ ഫ്രോക്ക് കോട്ടും ധരിച്ചിരുന്നു. നമ്മുടെ സംഘം പൂർത്തിയായി, ഹോംസ് പറഞ്ഞു, തന്റെ ജാക്കറ്റ് ബട്ടണിട്ട് റാക്കിൽ നിന്ന് ഭാരമുള്ള വേട്ടയാടൽ ചാട്ടവാർ എടുത്തുകൊണ്ട്. വാട്സൺ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസിനെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ സാഹസിക യാത്രയിലെ കൂട്ടുകാരനായ മിസ്റ്റർ മെറിവെതറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡോക്ടർ, ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് വേട്ടയാടുകയാണ്. കണ്ടില്ലേ? ജോൺസ് തന്റെ പ്രാധാന്യം കാണിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇവിടെയുള്ള നമ്മുടെ സുഹൃത്ത് ഒരു വേട്ട തുടങ്ങാൻ മിടുക്കനാണ്. അദ്ദേഹത്തിന് വേണ്ടത് വേട്ടയാടിപ്പിടിക്കാൻ സഹായിക്കാൻ ഒരു പഴയ നായയെ മാത്രമാണ്. നമ്മുടെ ഈ വേട്ട ഒരു വെറും പാഴ്വേട്ടയായി അവസാനിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മിസ്റ്റർ മെറിവെതർ വിഷാദത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് മിസ്റ്റർ ഹോംസിൽ നല്ല വിശ്വാസം അർപ്പിക്കാം, സർ, പോലീസ് ഏജന്റ് ഗർവോടെ പറഞ്ഞു. അദ്ദേഹത്തിന് തന്റേതായ ചില രീതികളുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ പോലും അവ കുറച്ച് സൈദ്ധാന്തികവും അതിശയകരവുമാണ്. എന്നാൽ അദ്ദേഹത്തിൽ ഒരു കുറ്റാന്വേഷകന്റെ കഴിവുകളുണ്ട്. ഷോൾട്ടോ കൊലപാതകത്തിന്റെയും ആഗ്രനിധിയുടെയും കാര്യത്തിലെന്ന പോലെ 1-2 തവണ അദ്ദേഹം ഔദ്യോഗിക സേനയേക്കാൾ കൃത്യമായിരുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ഓ, മിസ്റ്റർ ജോൺസ്, അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയാണ്, അപരിചിതൻ ബഹുമാനത്തോടെ പറഞ്ഞു. എങ്കിലും എന്റെ പതിവ് കളി നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. 27 വർഷത്തിനിടെ ആദ്യത്തെ ശനിയാഴ്ച രാത്രിയാണ് എനിക്ക് എന്റെ പതിവ് കളി നഷ്ടപ്പെടുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നത്, ഷെർലക്ക് ഹോംസ് പറഞ്ഞു, ഇതുവരെ കളിച്ചതിനേക്കാൾ വലിയൊരു പന്തയത്തിനായിരിക്കും നിങ്ങൾ ഇന്ന് രാത്രി കളിക്കുന്നത്. കൂടുതൽ ആവേശകരമായ ഒരു കളിയായിരിക്കും അത്. മിസ്റ്റർ മെറിവെതർ, നിങ്ങൾക്ക് പന്തയം ഏകദേശം 30,000 പൗണ്ടാണ്. ജോൺസ്, നിങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യനാണ് പന്തയം. ജോൺ ക്ലേ, കൊലപാതകി, കള്ളൻ, തകർപ്പൻ, വ്യാജരേഖ ചമയ്ക്കുന്നവൻ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, മിസ്റ്റർ മെറിവെതർ, പക്ഷേ തന്റെ തൊഴിലിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. ലണ്ടനിലെ മറ്റേതൊരു കുറ്റവാളിയേക്കാളും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു ശ്രദ്ധേയനായ മനുഷ്യനാണ്, ഈ യുവ ജോൺ ക്ലേ. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഒരു രാജകീയ പ്രഭുവായിരുന്നു. അദ്ദേഹവും ഈറ്റണിലും ഓക്സ്ഫോർഡിലും
പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധി വിരലുകൾ പോലെ തന്ത്രശാലിയാണ്. എല്ലാ വഴികളിലും അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ കാണാമെങ്കിലും ആ മനുഷ്യനെ എവിടെ കണ്ടെത്തണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. ഒരു ആഴ്ച അദ്ദേഹം സ്കോട്ട്ലൻഡിൽ ഒരു മോഷണം നടത്തും. അടുത്ത ആഴ്ച കോൺവാളിൽ ഒരു അനാഥാലയം പണിയാൻ പണം സ്വരൂപിക്കും. ഞാൻ വർഷങ്ങളായി അദ്ദേഹത്തെ പിന്തുടരുകയാണ്. ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് രാത്രി അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ ജോൺ ക്ലേയുമായി എനിക്കും ഒന്നോ രണ്ടോ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്റെ തൊഴിലിൽ മുൻപന്തിയിലാണെന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. എന്നാൽ 10 മണി കഴിഞ്ഞു. നമ്മൾ പുറപ്പെടാൻ സമയമായി. നിങ്ങൾ രണ്ടുപേർ ആദ്യത്തെ ഹാൻസും വണ്ടിയിൽ പോവുകയാണെങ്കിൽ വാട്സണും ഞാനും രണ്ടാമത്തെ വണ്ടിയിൽ പിന്നാലെ വരാം. നീണ്ട യാത്രയിൽ ഷെർലക്ക് ഹോംസ് അധികം സംസാരിച്ചില്ല. ഉച്ചതിരിഞ്ഞ് കേട്ട പാട്ടുകൾ മൂളിക്കൊണ്ട് കാബിൽ ചാരിയിരുന്നു. ഞങ്ങൾ ഗ്യാസ് വിളക്കുകൾ കത്തിച്ച തെരുവുകളുടെ ഒരു അവസാനമില്ലാത്ത കുരുക്കിലൂടെ കുലുങ്ങി നീങ്ങി ഫാരിംഗ്ടൺ സ്ട്രീറ്റിൽ എത്തുന്നതുവരെ. നമ്മൾ ഇപ്പോൾ അടുത്തുതന്നെ എത്തി, എന്റെ സുഹൃത്ത് പറഞ്ഞു. ഈ മെറിവെതർ ഒരു ബാങ്ക് ഡയറക്ടറാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ താൽപ്പര്യമുണ്ട്. ജോൺസിനെയും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതി. അദ്ദേഹം മോശക്കാരനല്ല. തന്റെ തൊഴിലിൽ ഒരു മന്ദബുദ്ധിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു നല്ല ഗുണമുണ്ട്. ആരെയും പിടികൂടിയാൽ ഒരു ബുൾഡോഗിനെപ്പോലെ ധൈര്യശാലിയും ഒരു ഞണ്ടിനെപ്പോലെ പിടിവാശിക്കാരനുമാണ് അദ്ദേഹം. നമ്മൾ ഇവിടെയെത്തി. അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ കണ്ട അതേ തിരക്കേറിയ തെരുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളുടെ കാബുകൾ പറഞ്ഞയച്ചു. മിസ്റ്റർ മെറിവെതറിന്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ഒരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെയും അദ്ദേഹം ഞങ്ങൾക്കായി തുറന്ന ഒരു വശത്തെ വാതിലിലൂടെയും കടന്നുപോയി. ഉള്ളിൽ ഒരു ചെറിയ ഇടനാഴി ഉണ്ടായിരുന്നു. അത് വളരെ വലിയ ഒരു ഇരുമ്പ് ഗേറ്റിൽ അവസാനിച്ചു. ഇതും തുറന്നു. വളഞ്ഞുപുളഞ്ഞ കൽപ്പടവുകളിലൂടെ താഴേക്കു പോയി. അത് മറ്റൊരു വലിയ ഗേറ്റിൽ അവസാനിച്ചു. മിസ്റ്റർ മെറിവെതർ ഒരു റാന്തൽ കത്തിക്കാൻ നിന്നു. എന്നിട്ട് ഞങ്ങളെ ഇരുണ്ട മണ്ണിന്റെ മണമുള്ള ഒരു ഇടനാഴിയിലൂടെ നയിച്ചു. അങ്ങനെ മൂന്നാമതൊരു വാതിൽ തുറന്ന ശേഷം ചുറ്റും വലിയ പെട്ടികളും ഭാരമുള്ള അറകളും അടുക്കിവച്ചിരുന്ന ഒരു വലിയ നിലവറയിലേക്കോ കലവറയിലേക്കോ ഞങ്ങൾ പ്രവേശിച്ചു. മുകളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ അപകടമില്ല, ഹോംസ് പറഞ്ഞു, റാന്തൽ ഉയർത്തിപ്പിടിച്ച് ചുറ്റും നോക്കിക്കൊണ്ട്. താഴെ നിന്നുമില്ല, മിസ്റ്റർ മെറിവെതർ പറഞ്ഞു, തറയിൽ പാകിയ കല്ലുകളിൽ തന്റെ വടി കൊണ്ട് തട്ടിക്കൊണ്ട്. അയ്യോ, ഇത് ശൂന്യമായി തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹം അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടി ശാന്തനായിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഹോംസ് ഗൗരവത്തോടെ പറഞ്ഞു. നിങ്ങൾ ഇതിനകം നമ്മുടെ ഈ യാത്രയുടെ മുഴുവൻ വിജയത്തെയും അപകടത്തിലാക്കി. ദയവായി ആ പെട്ടികളിൽ ഒന്നിൽ ഇരിക്കാനും ഇടപെടാതിരിക്കാനും ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചാൽ നന്നായിരിക്കുമോ? ഗൗരവക്കാരനായ മിസ്റ്റർ മെറിവെതർ ഒരു പെട്ടിയുടെ മുകളിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ വിഷമിച്ച ഒരു ഭാവമുണ്ടായിരുന്നു. അതേസമയം ഹോംസ് തറയിൽ മുട്ടുകുത്തിയിരുന്നു. ഒരു റാന്തലും ഒരു ഭൂതക്കണ്ണാടിയും ഉപയോഗിച്ച് കല്ലുകൾക്കിടയിലെ വിള്ളലുകൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അയാൾക്ക് തൃപ്തിയായി. കാരണം അയാൾ വീണ്ടും ചാടിയെഴുന്നേറ്റ് തന്റെ ഭൂതക്കണ്ണാടി പോക്കറ്റിലിട്ടു. നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സമയമുണ്ട്, അദ്ദേഹം പറഞ്ഞു. കാരണം ആ പണമിടപാടുകാരൻ സുരക്ഷിതമായി ഉറങ്ങാൻ കിടക്കുന്നതുവരെ അവർക്ക് ഒരു നീക്കവും നടത്താൻ കഴിയില്ല. അതിനുശേഷം അവർ ഒരു നിമിഷം പോലും പാഴാക്കില്ല. കാരണം അവർ എത്രയും വേഗം ജോലി പൂർത്തിയാക്കുന്നുവോ അത്രയും കൂടുതൽ സമയം അവർക്ക് രക്ഷപ്പെടാൻ ലഭിക്കും. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ലണ്ടനിലെ പ്രധാന ബാങ്കുകളിലൊന്നിന്റെ CET ബ്രാഞ്ചിന്റെ നിലവറയിലാണ്. നിങ്ങൾ അത് ഊഹിച്ചിട്ടുണ്ടാകുമല്ലോ. മിസ്റ്റർ മെറിവെതർ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാനാണ്. ലണ്ടനിലെ ധൈര്യശാലികളായ കുറ്റവാളികൾക്ക് ഈ നിലവറയിൽ ഇപ്പോൾ വലിയ താൽപ്പര്യം തോന്നാൻ ചില കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം നിങ്ങൾക്ക് വിശദീകരിക്കും. ഇത് ഞങ്ങളുടെ ഫ്രഞ്ച് സ്വർണമാണ്, ഡയറക്ടർ മന്ത്രിച്ചു. ഇതിൽ ഒരു ശ്രമം നടന്നേക്കാമെന്ന് ഞങ്ങൾക്ക് പല മുന്നറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രഞ്ച് സ്വർണമോ? അതെ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സാമ്പത്തിക നില ശക്തിപ്പെടുത്തുന്നതിനായി ഫ്രാൻസ് ബാങ്കിൽ നിന്ന് 30,000 നെപ്പോളിയൻ കടം വാങ്ങിയിരുന്നു. ഞങ്ങൾക്ക് ആ പണം ഇതുവരെ പൊട്ടിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും ഞങ്ങളുടെ നിലവറയിൽ കിടക്കുകയാണെന്നും അറിവായിട്ടുണ്ട്.
ഞാനിരിക്കുന്ന ഈ പെട്ടിയിൽ 2000 നെപ്പോളിയൻ നാണയങ്ങൾ ഈയത്തകിടുകൾക്കിടയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു ബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സ്വർണശേഖരം ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഇക്കാര്യത്തിൽ ഡയറക്ടർമാർക്ക് ആശങ്കകളുണ്ടായിരുന്നു. അത് വളരെ ന്യായീകരിക്കാവുന്ന ആശങ്കകളായിരുന്നു, ഹോംസ് നിരീക്ഷിച്ചു. ഇനി നമ്മുടെ ചെറിയ പദ്ധതികൾ തയ്യാറാക്കേണ്ട സമയമായി. 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുവരെ മിസ്റ്റർ മെറിവെതർ, നമ്മൾ ആ റാന്തലിന്റെ സ്ക്രീൻ അടയ്ക്കണം. എന്നിട്ട് ഇരുട്ടിലിരിക്കുകയോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ എന്റെ പോക്കറ്റിൽ ഒരു ചീട്ടുകളി കൊണ്ടുവന്നിരുന്നു. നമ്മൾ 4 പേരുള്ള ഒരു സംഘമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കളി കളിക്കാമെന്ന് ഞാൻ കരുതി. എന്നാൽ ശത്രുക്കളുടെ ഒരുക്കങ്ങൾ വളരെ മുന്നോട്ടു പോയതുകൊണ്ട് നമുക്ക് ഒരു വെളിച്ചം പോലും അപകടപ്പെടുത്താൻ കഴിയില്ലെന്ന് ഞാൻ കാണുന്നു. ഒന്നാമതായി, നമ്മൾ നമ്മുടെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവർ ധൈര്യശാലികളായ ആളുകളാണ്. നമ്മൾ അവരെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പിടികൂടുമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് നമുക്ക് ചില ദോഷങ്ങൾ വരുത്താൻ കഴിഞ്ഞേക്കും. ഞാൻ ഈ പെട്ടിയുടെ പിന്നിൽ നിൽക്കും, നിങ്ങൾ ആ പെട്ടികൾക്ക് പിന്നിൽ ഒളിക്കുക. എന്നിട്ട് ഞാൻ അവർക്ക് നേരെ വെളിച്ചം അടിക്കുമ്പോൾ വേഗത്തിൽ അടുത്തേക്ക് ചെല്ലുക. അവർ വെടിവെച്ചാൽ, വാട്സൺ, അവരെ വെടിവെച്ചിടാൻ ഒരു മടിയും വിചാരിക്കരുത്. ഞാൻ ഒളിച്ചിരുന്ന തടികൊണ്ടുള്ള പെട്ടിയുടെ മുകളിൽ എന്റെ റിവോൾവർ കോക്ക് ചെയ്തു വെച്ചു. ഹോംസ് തന്റെ റാന്തലിന്റെ മുൻവശത്തെ സ്ലൈഡ് അടച്ചു. ഞങ്ങളെ കനത്ത ഇരുട്ടിലാക്കി, ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും കനത്ത ഇരുട്ട്. ചൂടുള്ള ലോഹത്തിന്റെ ഗന്ധം അവിടെത്തന്നെ ഉണ്ടായിരുന്നു. വെളിച്ചം ഇപ്പോഴും അവിടെയുണ്ടെന്നും ഏതു നിമിഷവും പ്രകാശിക്കാൻ തയ്യാറാണെന്നും ഞങ്ങൾക്ക് ഉറപ്പു നൽകി. പ്രതീക്ഷയുടെ ഉച്ചസ്ഥായിയിലെത്തിയ എന്റെ ഞരമ്പുകൾക്ക് പെട്ടെന്നുണ്ടായ ഈ ഇരുട്ടിലും നിലവറയിലെ തണുത്ത ഈർപ്പമുള്ള വായുവിലും എന്തോ വിഷാദകരവും ഭയപ്പെടുത്തുന്നതുമായ ഒന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു വഴി മാത്രമേ രക്ഷപ്പെടാനുള്ളൂ, ഹോംസ് മന്ത്രിച്ചു. അത് വീടിന്റെ പിന്നിലൂടെ സാക്സ് കോബർഗ് സ്ക്വയറിലേക്കാണ്. ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, ജോൺസ്. എനിക്കൊരു ഇൻസ്പെക്ടറും 2 ഉദ്യോഗസ്ഥരും മുൻവാതിൽക്കൽ കാത്തുനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വഴികളും അടച്ചു. ഇനി നമ്മൾ നിശബ്ദരായി കാത്തിരിക്കണം. എന്തൊരു സമയമായിരുന്നു അത്! പിന്നീട് വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോൾ അത് 1.25 മണിക്കൂർ മാത്രമായിരുന്നു. എന്നിട്ടും രാത്രി ഏതാണ്ട് കഴിഞ്ഞെന്നും പ്രഭാതം ഞങ്ങൾക്ക് മുകളിൽ ഉദിച്ചുയരുകയാണെന്നും എനിക്ക് തോന്നി. എന്റെ കൈകാലുകൾക്ക് ക്ഷീണവും മരവിപ്പുമുണ്ടായിരുന്നു. കാരണം എന്റെ സ്ഥാനം മാറ്റാൻ ഞാൻ ഭയന്നു. എന്നിട്ടും എന്റെ ഞരമ്പുകൾ ഏറ്റവും ഉയർന്ന പിരിമുറുക്കത്തിലായിരുന്നു. എന്റെ കേൾവിശക്തി അത്രയ്ക്ക് തീവ്രമായിരുന്നു. എനിക്ക് എന്റെ കൂട്ടുകാരുടെ നേർത്ത ശ്വാസം മാത്രമല്ല, തടിയനായ ജോൺസിന്റെ ആഴമേറിയ കനത്ത ശ്വാസവും ബാങ്ക് ഡയറക്ടറുടെ നേർത്ത, നെടുവീർപ്പിടുന്ന ശബ്ദവും തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്റെ സ്ഥാനത്തുനിന്ന് എനിക്ക് തറയുടെ ദിശയിലേക്ക് പെട്ടിയുടെ മുകളിലൂടെ നോക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് എന്റെ കണ്ണുകൾ ഒരു വെളിച്ചത്തിന്റെ തിളക്കം കണ്ടു. ആദ്യം അത് കല്ലുപാകിയ തറയിൽ ഒരു തീവ്രമായ തിളക്കം മാത്രമായിരുന്നു. പിന്നീട് അത് നീണ്ട ഒരു മഞ്ഞ വരയായി മാറി. അതിനുശേഷം ഒരു മുന്നറിയിപ്പോ ശബ്ദമോ ഇല്ലാതെ ഒരു വിടവ് തുറന്നുവരുന്നതായി തോന്നി. ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. വെളുത്ത, ഏതാണ്ട് സ്ത്രീത്വമുള്ള ഒരു കൈ. അത് ആ ചെറിയ പ്രകാശവലയത്തിന്റെ മധ്യഭാഗത്ത് തപ്പിനോക്കി. 1 മിനിറ്റോ അതിലധികമോ നേരം ആ കൈ അതിന്റെ വളഞ്ഞ വിരലുകളോടെ തറയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുനിന്നു. പിന്നീട് അത് പ്രത്യക്ഷപ്പെട്ടതുപോലെ പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടു. കല്ലുകൾക്കിടയിലെ വിടവ് അടയാളപ്പെടുത്തിയ ആ ഒറ്റ തീവ്രമായ തിളക്കമൊഴികെ എല്ലാം വീണ്ടും ഇരുട്ടിലായി. എന്നാൽ അതിന്റെ തിരോധാനം ഒരു നിമിഷത്തേക്കായിരുന്നു. ഒരു കീറുന്ന, വലിച്ചുകീറുന്ന ശബ്ദത്തോടെ വിശാലമായ വെളുത്ത കല്ലുകളിലൊന്ന് ഒരു വശത്തേക്ക് മറിഞ്ഞു. ഒരു ചതുരാകൃതിയിലുള്ള തുറന്ന കുഴി അവശേഷിപ്പിച്ചു. അതിലൂടെ ഒരു റാന്തലിന്റെ വെളിച്ചം പ്രവഹിച്ചു. അതിന്റെ അരികിലൂടെ വൃത്തിയുള്ള, ചെറുപ്പക്കാരനായ ഒരു മുഖം എത്തിനോക്കി. അത് ചുറ്റും സൂക്ഷ്മമായി നോക്കി. എന്നിട്ട് ദ്വാരത്തിന്റെ ഇരുവശത്തും ഓരോ കൈവച്ച് ഒരു കാൽ അരികിൽ ഉറപ്പിക്കുന്നതുവരെ തോളറ്റം വരെയും അരക്കെട്ടുവരെയും ഉയർത്തി. മറ്റൊരു നിമിഷം അയാൾ കുഴിയുടെ അരികിൽ നിന്നു. തന്നെപ്പോലെ മെലിഞ്ഞതും ചെറുതുമായ, വിളറിയ മുഖവും വളരെ ചുവന്ന മുടിയുമുള്ള ഒരു കൂട്ടുകാരനെ പിന്നാലെ വലിച്ചുകയറ്റുകയായിരുന്നു. എല്ലാം വ്യക്തമാണ്, അയാൾ മന്ത്രിച്ചു. നിങ്ങളുടെ കയ്യിൽ ഉളിയും ബാഗുകളുമുണ്ടോ? ദൈവമേ, ചാടൂ ആർച്ചി, ചാടൂ, ഞാൻ നോക്കിക്കൊള്ളാം.
ഷെർലക്ക് ഹോംസ് ചാടി പുറത്തുവന്ന നുഴഞ്ഞുകയറ്റക്കാരനെ കോളറിൽ പിടിച്ചു. മറ്റേയാൾ കുഴിയിലേക്ക് ഊളിയിട്ടു. ജോൺസ് അവന്റെ വസ്ത്രത്തിൽ പിടിച്ചപ്പോൾ തുണി കീറുന്ന ശബ്ദം ഞാൻ കേട്ടു. ഒരു റിവോൾവറിന്റെ കുഴലിൽ വെളിച്ചം മിന്നി. പക്ഷേ ഹോംസിന്റെ വേട്ടയാടൽ വടി ആ മനുഷ്യന്റെ കൈത്തണ്ടയിൽ പതിച്ചു. പിസ്റ്റൾ കല്ലുപാകിയ തറയിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ഒരു കാര്യവുമില്ല ജോൺ ക്ലേ, ഹോംസ് ശാന്തമായി പറഞ്ഞു. നിനക്ക് ഒരു സാധ്യതയുമില്ല. അതെ, ഞാൻ കാണുന്നു. മറ്റേയാൾ അങ്ങേയറ്റം ശാന്തതയോടെ മറുപടി പറഞ്ഞു. നിങ്ങൾ അവന്റെ കോട്ട് ടെയിലുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ കൂട്ടുകാരൻ സുരക്ഷിതനാണെന്ന് ഞാൻ കരുതുന്നു. അവനുവേണ്ടി 3 പേർ വാതിൽക്കൽ കാത്തുനിൽക്കുന്നുണ്ട്, ഹോംസ് പറഞ്ഞു. ഓ, ശരിയാണല്ലോ. നിങ്ങൾ കാര്യം വളരെ പൂർണ്ണമായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണം. ഞാനും നിങ്ങളെ, ഹോംസ് മറുപടി പറഞ്ഞു. നിങ്ങളുടെ ചുവന്ന മുടിയുള്ള ആശയം വളരെ പുതിയതും ഫലപ്രദവുമായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനെ ഉടൻ തന്നെ വീണ്ടും കാണാം, ജോൺസ് പറഞ്ഞു. അവൻ കുഴികളിലൂടെ താഴെയിറങ്ങാൻ എന്നെക്കാൾ വേഗതയുള്ളവനാണ്. ഞാൻ വിലങ്ങുകൾ ഇടുന്നതുവരെ ഒന്ന് പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ വൃത്തികെട്ട കൈകൾ കൊണ്ട് എന്നെ തുടരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിലങ്ങുകൾ അവന്റെ കൈത്തണ്ടയിൽ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ തടവുകാരൻ പറഞ്ഞു. എന്റെ സിരകളിൽ രാജകീയ രക്തമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. കൂടാതെ എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴും സർ എന്നും ദയവായി എന്നും പറയാൻ ശ്രദ്ധിക്കുക. ശരി, ജോൺസ് ഒരു നോട്ടത്തോടെയും പുച്ഛച്ചിരിയോടെയും പറഞ്ഞു. അപ്പോൾ ദയവായി സർ, മുകളിലേക്ക് നടക്കാമോ? അവിടെ നിന്ന് അങ്ങയുടെ ഹൈനസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു ടാക്സി കിട്ടും. അതാണ് നല്ലത്, ജോൺ ക്ലേ ശാന്തമായി പറഞ്ഞു. അയാൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു വലിയ വന്ദനം നൽകി. എന്നിട്ട് ഡിറ്റക്ടീവിന്റെ കസ്റ്റഡിയിൽ ശാന്തമായി നടന്നുപോയി. ശരിക്കും മിസ്റ്റർ ഹോംസ്, ഞങ്ങൾ നിലവറയിൽ നിന്ന് അവരെ പിന്തുടരുമ്പോൾ മിസ്റ്റർ മെറിവെതർ പറഞ്ഞു. ബാങ്കിന് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്നോ നിങ്ങൾക്ക് പ്രതിഫലം നൽകണമെന്നോ എനിക്കറിയില്ല. എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൃഢനിശ്ചയത്തോടെയുള്ള ബാങ്ക് കവർച്ചാ ശ്രമങ്ങളിലൊന്ന് നിങ്ങൾ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ കണ്ടെത്തി പരാജയപ്പെടുത്തി എന്നതിൽ സംശയമില്ല. മിസ്റ്റർ ജോൺ ക്ലേയുമായി എനിക്ക് തീർക്കാനുള്ള 1-2 ചെറിയ കണക്കുകളുണ്ടായിരുന്നു, ഹോംസ് പറഞ്ഞു. ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് ചെറിയ ചെലവുകൾ വന്നിട്ടുണ്ട്. അത് ബാങ്ക് തിരികെ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിലുപരി പല തരത്തിലും സവിശേഷമായ ഒരു അനുഭവം ലഭിച്ചതിലും റെഡ് ഹെഡഡ് ലീഗിന്റെ വളരെ ശ്രദ്ധേയമായ കഥ കേട്ടതിലും എനിക്ക് മതിയായ പ്രതിഫലം ലഭിച്ചു. വാട്സൺ, കണ്ടോ? ബേക്കർ സ്ട്രീറ്റിൽ ഒരു ഗ്ലാസ് വിസ്കിയും സോഡയും കുടിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ അതിരാവിലെ അദ്ദേഹം വിശദീകരിച്ചു. ലീഗിന്റെ പരസ്യം ചെയ്യുക, എൻസൈക്ലോപീഡിയ പകർത്തിയെഴുതുക എന്ന ഈ വിചിത്രമായ കാര്യത്തിന്റെ ഒരേയൊരു ഉദ്ദേശ്യം അത്ര ബുദ്ധിയില്ലാത്ത ഈ പണയം വാങ്ങുന്നയാളെ എല്ലാ ദിവസവും കുറെ മണിക്കൂറുകളോളം വഴിയിൽ നിന്ന് മാറ്റുക എന്നതായിരുന്നു എന്ന് തുടക്കം മുതലേ വളരെ വ്യക്തമായിരുന്നു. ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു വിചിത്രമായ വഴിയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു വഴി നിർദ്ദേശിക്കാൻ പ്രയാസമാണ്. ഈ രീതി ക്ലേയുടെ ബുദ്ധിമാനായ മനസ്സിലേക്ക് വന്നത് സംശയമില്ലാതെ അവന്റെ കൂട്ടാളിയുടെ മുടിയുടെ നിറം കണ്ടിട്ടാണ്. ആഴ്ചയിൽ 4 പൗണ്ട് എന്നത് അവനെ ആകർഷിക്കുന്ന ഒരു കെണിയായിരുന്നു. ആയിരക്കണക്കിന് പൗണ്ടിന് വേണ്ടി കളിക്കുന്ന അവർക്ക് ഇത് എന്തായിരുന്നു? അവർ പരസ്യം നൽകി, ഒരു കള്ളന് താൽക്കാലിക ഓഫീസ് ഉണ്ട്. മറ്റേ കള്ളൻ ആ മനുഷ്യനെ അതിന് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെ അയാളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. സഹായി പകുതി ശമ്പളത്തിന് വന്നുവെന്ന് ഞാൻ കേട്ടപ്പോൾ മുതൽ ഈ ജോലി നേടുന്നതിന് അവന് ശക്തമായ എന്തോ ഉദ്ദേശ്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. പക്ഷേ എന്തായിരുന്നു ആ ഉദ്ദേശ്യമെന്ന് താങ്കൾക്കെങ്ങനെ ഊഹിക്കാൻ കഴിഞ്ഞു? വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു സാധാരണ രഹസ്യബന്ധം സംശയിക്കുമായിരുന്നു. എന്നാൽ അത് അസാധ്യമായിരുന്നു. ആ മനുഷ്യന്റെ കച്ചവടം ചെറുതായിരുന്നു. അത്രയും വലിയ ഒരുക്കങ്ങൾക്കും അവർ ചെലവഴിച്ച അത്രയും പണത്തിനും കാരണമാകുന്ന ഒന്നും അയാളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീടിന് പുറത്തുള്ള എന്തോ ആയിരിക്കണം. അതെന്തായിരിക്കാം? സഹായിക്ക് ഫോട്ടോ എടുക്കുന്നതിലുള്ള താൽപര്യത്തെക്കുറിച്ചും നിലവറയിലേക്ക് അപ്രത്യക്ഷനാകുന്ന അവന്റെ സൂത്രത്തെക്കുറിച്ചും ഞാൻ ഓർത്തു. നിലവറ, ഈ കുഴഞ്ഞുമറിഞ്ഞ തുമ്പിന്റെ അറ്റമായിരുന്നു അത്. പിന്നീട് ഞാൻ ഈ നിഗൂഢനായ സഹായിയെക്കുറിച്ച് അന്വേഷിച്ചു. ലണ്ടനിലെ ഏറ്റവും
ധൈര്യശാലിയും തണുത്ത മനസ്സുള്ളവനുമായ കുറ്റവാളികളിൽ ഒരാളുമായിട്ടാണ് ഞാൻ ഇടപെടുന്നതെന്ന് മനസ്സിലാക്കി. അവൻ നിലവറയിൽ എന്തോ ചെയ്യുകയായിരുന്നു, മാസങ്ങളോളം എല്ലാ ദിവസവും മണിക്കൂറുകളോളം എടുക്കുന്ന എന്തോ ഒന്ന്. വീണ്ടും അതെന്തായിരിക്കാം? അവൻ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കുകയായിരുന്നു എന്നതൊഴികെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സംഭവസ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എന്റെ വടികൊണ്ട് നടപ്പാതയിൽ തട്ടി ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തി. നിലവറ മുന്നോട്ട് നീണ്ടിട്ടുണ്ടോ പിന്നോട്ട് നീണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയായിരുന്നു. അത് മുന്നിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ബെല്ലടിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ സഹായി വാതിൽ തുറന്നു. ഞങ്ങൾ ചില ചെറിയ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അവന്റെ കാൽമുട്ടുകളായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത്. അവ എത്രമാത്രം തേഞ്ഞതും ചുക്കിച്ചുളിഞ്ഞതും കറപിടിച്ചതുമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവ തുരങ്കമുണ്ടാക്കിയ ആ മണിക്കൂറുകളെക്കുറിച്ച് പറഞ്ഞു. അവർ എന്തിനുവേണ്ടിയാണ് തുരങ്കമുണ്ടാക്കുന്നത് എന്നതായിരുന്നു ഇനി അറിയേണ്ടിയിരുന്നത്. ഞാൻ മൂലയ്ക്ക് ചുറ്റും നടന്നു. സിറ്റി ആൻഡ് സബർബൻ ബാങ്ക് ഞങ്ങളുടെ സുഹൃത്തിന്റെ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടു. എന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചുവെന്ന് എനിക്ക് തോന്നി. സംഗീത പരിപാടിക്ക് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിനെയും ബാങ്ക് ഡയറക്ടർമാരുടെ ചെയർമാനെയും വിളിച്ചു. അതിന്റെ ഫലം നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് രാത്രി അവർ ശ്രമം നടത്തുമെന്ന് താങ്കൾക്കെങ്ങനെ പറയാൻ കഴിഞ്ഞു? ഞാൻ ചോദിച്ചു. ശരി, ലീഗിന്റെ ഓഫീസുകൾ അവർ അടച്ചപ്പോൾ അത് മിസ്റ്റർ ജാബസ് വിൽസന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് ഇനി താൽപ്പര്യമില്ല എന്നതിന്റെ സൂചനയായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ തുരങ്കം പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ അവർ അത് ഉടൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അത് കണ്ടുപിടിക്കപ്പെടാം, അല്ലെങ്കിൽ സ്വർണം മാറ്റപ്പെടാം. ശനിയാഴ്ച അവർക്ക് മറ്റേത് ദിവസത്തേക്കാളും സൗകര്യപ്രദമായിരുന്നു, കാരണം അത് അവർക്ക് രക്ഷപ്പെടാൻ 2 ദിവസം നൽകും. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് അവർ ഇന്ന് രാത്രി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. താങ്കൾ ഇത് മനോഹരമായി യുക്തിപൂർവം കണ്ടെത്തി, ഞാൻ ആത്മാർത്ഥമായ പ്രശംസയോടെ പറഞ്ഞു. ഇതൊരു നീണ്ട കണ്ണികളുള്ള ശൃംഖലയാണ്, എന്നിട്ടും ഓരോ കണ്ണിയും സത്യമാണ്. ഇത് എന്നെ മടുപ്പിൽ നിന്ന് രക്ഷിച്ചു. അദ്ദേഹം കോട്ടുവായ ഇട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. അയ്യോ, അത് എന്നെ വീണ്ടും പിടികൂടുന്നതായി എനിക്കിപ്പോൾ തന്നെ തോന്നുന്നു. എന്റെ ജീവിതം സാധാരണ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീണ്ട ശ്രമമാണ്. ഈ ചെറിയ പ്രശ്നങ്ങൾ എന്നെ അതിന് സഹായിക്കുന്നു. താങ്കൾ മനുഷ്യരാശിയുടെ ഒരു ഉപകാരിയാണ്, ഞാൻ പറഞ്ഞു. അദ്ദേഹം തോളുകൾ കുലുക്കി. ശരി, ഒരുപക്ഷേ, എന്തായാലും ഇതിന് കുറച്ചൊക്കെ പ്രയോജനമുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഗുസ്താവ് ഫ്ലോബർട്ട് ജോർജ് സാൻഡിന് എഴുതിയതുപോലെ, മനുഷ്യൻ ഒന്നുമല്ല, പ്രവൃത്തിയാണ് എല്ലാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക, പങ്കുവെക്കുക.